السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمدك يا من أوضحت لنا سبل الهداية وأزهت عن بصائرنا عشاوة الغوايا، ونصلي ونسلم على من أرسلته شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ഏറെ സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ നമ്മുടെ ബഹുമാന്യ ഗുരുനാഥൻ മുഹീദ്ദീൻ സുല്ലമി, അതുപോലെ തന്നെ എൻ്റെ ശബ്ദം കേൾക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് 2024 നമ്മുടെ മർക്കസുൽ മനാർ സംഘടിപ്പിക്കുന്ന തസ്കിയ ക്ലാസിന്റെ അവസാനത്തെ തസ്കിയത്തിലാണ് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് പുതുവർഷത്തിൽ പുതിയ തസ്കിയകളുമായി നമുക്ക് സജീവമാകണം. നമ്മുടെ മനസ്സുകളെ എപ്പോഴും നല്ല നിലക്ക് പരിപോഷിപ്പിക്കുന്നതും മനസ്സുകൾക്ക് അന്നം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും ഇതുപോലുള്ള സദസ്സുകളാണ്, സംസാരങ്ങളാണ്. തസ്കിയ അല്ലെ, തസ്കിയ നമ്മൾ മലയാളത്തിൽ എഴുതി ലാസ്റ്റ് തസ്കിയ ഏതാണ്? തസ്കിയ എന്ന വാക്കിന്റെ അർത്ഥം വല്ലാതെ വിശദീകരിക്കേണ്ടതില്ല. ആത്മവിമലീകരണം, നമ്മുടെ മനസ്സുകളെ നമ്മളൊന്ന് കഴുകിയെടുക്കലാണ്. നമ്മുടെ മനസ്സുകളിൽ കൂടുതൽ ഈമാനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവിധ ആത്മീയമായ അനുഭൂതികളെയും പരമാവധി അതിന്റെ തിളക്കം കൂട്ടാനും മൂർച്ച കൂട്ടാനും അതിന്റെ ശക്തി കൂട്ടാനുമാണ് ഇത്തരം സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടാറുള്ളത്. അതിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതും വിശദീകരിക്കുന്നതും അള്ളാഹുവിന്റെ കലാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും നല്ല സുന്ദരങ്ങളായ തിരുമൊഴികളാണ്. അതാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിനെ തിളക്കമുള്ളതാക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ കറകളെ, കറുപ്പുകളെ എടുത്തു കളയുന്നതും ഇരുണ്ട അന്ധകാരങ്ങൾ നിറഞ്ഞ ഹൃദയങ്ങളിലേക്ക് പ്രകാശത്തിന്റെ വെള്ളി വെളിച്ചം കടത്തിവിടുന്നതും അള്ളാഹുവിന്റെ കലാമും തിരുനബിയുടെ വചനങ്ങളുമാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് അല്പസമയം പുതുവർഷം പുത്തൻ പ്രതീക്ഷകൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് അല്പസമയം സംസാരിക്കാൻ. പുതുവർഷം എന്ന് പറയുമ്പോൾ 2025 വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ലോകത്തുള്ള ഓരോ വ്യക്തിയും നോക്കിക്കാണുന്നത്. 20 കിഡ്സ് 2020 കുട്ടികൾ എഴുതിയ ചില ഫേസ്ബുക്ക് സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ അവർ എഴുതി വിട്ട ചില വർത്തമാനങ്ങൾ 2025 ആകുമ്പോൾ നമുക്കൊക്കെ 25 ആവുന്നതാണ്. അവർക്ക് എണ്ണി നോക്കാം, വളരെ 25 കടന്നു എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്ത പല പ്രതീക്ഷകളാണ്. പക്ഷെ നമ്മള് ഹിജറ കലണ്ടറിനെ എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയെ ആസ്പദമാക്കി ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഹിജറ കലണ്ടറിന്റെ വർഷം കൂട്ടി നോക്കുകയാണെങ്കിൽ 33 വയസ്സുള്ള ഒരാൾക്ക് ഇപ്പൊ ഏകദേശം 34 വയസ്സായി ഉണ്ടാവും. 66 ആൾക്ക് 68 വയസ്സായി ഉണ്ടാവും. അറബി മാസം നോക്കുമ്പോൾ 33 വർഷം കഴിയുമ്പോൾ ഏകദേശം 365 ഏകദേശം 11 ദിവസങ്ങളാണ്
ഈ വർഷവും അതുപോലെ തന്നെ ആ വർഷ കലണ്ടറും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ആയുഷാണ്. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തന്ന സുന്ദരങ്ങളായ അമൂല്യങ്ങളായ തിരിച്ചു വരാത്ത, ഇനി ഒരിക്കലും എത്ര പ്രാർത്ഥിച്ചാലും തിരിച്ചു കിട്ടാത്ത ഏറ്റവും ശക്തമായ അള്ളാഹു കനിഞ്ഞു നൽകിയ ആയുഷാൻ. പൂർവികന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ആയുസ് കുറവാം. ആദം നബിയുടെയും നൂഹ് നബിയുടെയും അവർക്ക് ശേഷമുണ്ടായിരുന്ന തലമുറകളുടെയും ഒക്കെ കാലം ആയിരങ്ങളായിരുന്നുവെന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ സമൂഹത്തിന്റെ, എന്റെ ഉമ്മത്തിന്റെ പ്രായപരിധി, പ്രായം എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ്. ചില ആളുകൾ 70 താണ്ടിപ്പോകും, 100, 120 എത്തിയ ആൾക്കാരുന്നുണ്ട്. 2024 മരിച്ച ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു വനിതയുടെ ചിത്രത്തെ ഒരു പക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ വളരെ പ്രായം കുറഞ്ഞ ആളുകളെ സംബന്ധിച്ചും ലോകം ചർച്ച ചെയ്യാറുണ്ട്. റസൂലുള്ള പറഞ്ഞു, ചിലപ്പോൾ ആളുകൾ 60 എത്തേണ്ട ഇതിന്റെ മുന്നേ മരണപ്പെടുന്നവരുമുണ്ട്. ഏകദേശ കണക്കിന് റസൂലുള്ള പറഞ്ഞപ്പോ ആയുഷ് എത്രമാത്രം ചുരുങ്ങി, ആയുഷ് എത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ, ആയുഷുകളെ രേഖപ്പെടുത്തിയതുപോലെ, നമുക്കുള്ള ഉപജീവനത്തെ രേഖപ്പെടുത്തിയതുപോലെ അള്ളാഹു ഒരാൾക്കുള്ള ആയുഷിനെയും രേഖപ്പെടുത്തിയെന്നാണ്. 2024 വലിയ വലിയ സന്തോഷങ്ങളെ സംബന്ധിച്ച് ഇന്ന് ആളുകൾ വാചാലരാൻ. പല മീഡിയകളും തുറന്നു നോക്കുമ്പോൾ, പല ചാനലുകളും തുറക്കുമ്പോൾ ഇങ്ങനെ കണക്കുകൾ വരികയാണ്. നേട്ടങ്ങളുടെ കണക്കുകൾ ഒരു ഭാഗത്ത്, നഷ്ടങ്ങളുടെ കണക്കുകൾ മറുഭാഗത്ത്. നേട്ടങ്ങൾ ഇങ്ങനെ പലരും പറയാം. ഒരു അമ്മയുടെ മുഖം നമ്മൾ കണ്ടു. കോട്ടിട്ട തന്റെ കേവലം കൗമാരപ്രായക്കാരനായ ഗോകുലിന അല്ലെ, പുതിയ ലോക ചെസ് ചാമ്പ്യൻ ഗുകേഷിനെ ലോകം എത്ര പെട്ടെന്നാണ് അംഗീകരിച്ചത്. ഒരു രാവ് കൊണ്ട്, ഒരു നേരത്തെ അദ്ദേഹത്തിന്റെ വിജയം കൊണ്ട് അദ്ദേഹം ലോക പ്രശസ്തനാണ്. ഗുകേഷിന്റെ സന്തോഷത്തെ 2024 വലിയ സന്തോഷ ചിത്രങ്ങളായി ഇന്ത്യയുടെ ചില മീഡിയകൾ ഇങ്ങനെ കാണിക്കണം. 2024 വലിയ ചിത്രം. പക്ഷേ 2024 വലിയ വലിയ വേദനകളും മറുപുറത്തുണ്ട്. പാലക്കാട്ട് 4 കുട്ടികളുടെ മേലിൽ വീണ ആ വലിയ ടാങ്കറിന്റെ ചിത്രം 2024 നോവാൻ ഏറ്റവും വലിയ സങ്കടം. അതിലും വേറെ പല മരണങ്ങളും, പല ഉരുൾപൊട്ടലിൽ തകർന്ന ജീവിതങ്ങളുടെ നഷ്ടങ്ങൾ. വയനാടുകാർക്ക് 2024 ദുരന്തമാണ്. പലർക്കും സന്തോഷത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളുടെ സംസാര വിഷയങ്ങളാണ് 2024. നഷ്ടങ്ങളുടെ, സങ്കടങ്ങളുടെ, ദുരിതങ്ങളുടെ കഥ പറയുന്ന 2024 ഇതവിടെ പറഞ്ഞു. 2025 എന്താകുമെന്ന് എനിക്കും അറിയൂല, നിങ്ങൾക്കും അറിയൂല. 2024 കലണ്ടർ ഇങ്ങനെ എല്ലാവരും മാറ്റാൻ റെഡിയായി. പുതിയ 2025 ചുമരിൽ തൂക്കാൻ നിൽക്കാൻ. അതിങ്ങനെ മറയ്ക്കാൻ നിൽക്കുമ്പോ ഇനിയും 2-3 ദിവസങ്ങൾ ബാക്കിയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ 2024 ചരമകോളങ്ങളിൽ നമ്മുടെ ചിത്രങ്ങൾ ഇതുവരെ കടന്നു വന്നിട്ടില്ല, നമ്മുടെ പേര് ഇതുവരെ അച്ചടിക്കപ്പെട്ടിട്ടില്ല. ഒരു പക്ഷേ ഇനി 2025 ഒരു പക്ഷേ എന്റെ പേരുണ്ടാകാം, നിങ്ങളുടെ പേരുണ്ടാകാം, പ്രിയപ്പെട്ടവരുടെ പേരുണ്ടാകാം. ഒരു സത്യവിശ്വാസിയുടെ ചിന്തകൾ അവന്റെ ആയുഷുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോ അവന്റെ പരലോക വിഷയവുമായി അതിനെ ചേർത്തൊട്ടിക്കുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടതെന്ന്. ഈ ദുനിയാവിൽ എത്ര ആയുസ് കിട്ടിയാലും, ഇപ്പൊ 1000 കൊല്ലം ജീവിച്ച നൂഹ് നബിയുടെ ചരിത്രം, നൂഹ് നബിയുടെ അനുയായികളുടെ സംഭവം, ആദം നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾ 1000 ചില്ലാൻ വർഷങ്ങളൊക്കെ അവർ ദുനിയാവിൽ ജീവിച്ചാലും പരലോകത്ത് വരുമ്പോ അവരോട് റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ലോകത്തോടുള്ള റബ്ബിന്റെ ചോദ്യം, മനുഷ്യരോടുള്ള റബ്ബിന്റെ ചോദ്യം, റബ്ബ് ചോദിക്കാണ്. സൂറത്ത് മുഅ്മിനൂനിൽ നമ്മളെ കോതിപ്പോയ ആയത്താൻ, ചില ആളുകൾ മനഃപ്പാഠമാക്കി വെച്ച ആയത്താൻ. അന്ന് പറയും, അള്ളാഹു പറയും, കം ലബിസ്തും ഫിൽ അർദി അദദ സിനീൻ, ഭൂമിയിൽ നിങ്ങൾ ജീവിച്ച കാലം എത്രയാണ്, വർഷം എത്രയാണ്? ആദം നബിന്റെ അനുയായികൾക്ക് പറയാം 1000 ചില്ലാൻ കൊല്ലം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾക്ക് പറയാം 1000 ചില്ലാൻ വർഷം. ആദും സമൂദും അവരുടെ ആയുസിന്റെ പെരുപ്പം പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ പറയാ കേവലം ചുരുങ്ങിയ എണ്ണങ്ങളാണ്, വിരലെണ്ണാവുന്ന ദിവസങ്ങളാണ്. പക്ഷെ 1000 ഇനി 1 2 ആളുകൾക്ക് തോന്നുന്ന സംഭവം എങ്ങനെയാണ്?
മനുഷ്യന്മാർക്ക് തോന്നൽ എന്താ? നാളെ പരലോക ജീവിതത്തിന്റെ ഒരു ദിവസത്തെ വെച്ച് നോക്കുമ്പോ ദുനിയാവിന്റെ ജീവിതം ഒന്നുമല്ല, എത്ര കിട്ടിയിട്ട് കാര്യമില്ല, അതൊന്നുമായില്ല എന്ന് തോന്നിപ്പോകുമെന്നാൽ റബ്ബ് പറയുന്ന അവരുടെ മറുപടി എത്ര കാലം ജീവിച്ചാൽ അവര് പറയും യൗമ, ഞങ്ങൾ ജീവിച്ചത് ഒരു ദിവസമായിട്ടാണ് അനുഭവപ്പെടാണ്. കാരണം അത്രക്കും വലിയ ഭീകരത തോന്നുമ്പോ അനുഭവിക്കുമ്പോ ദുനിയാവിൽ ഒരു ദിവസം അതിന്റെ പേര് അത്രയും കാലം ജീവിച്ചിട്ട് പറയുന്ന വാക്കതായിരിക്കണം. ആദം സന്തതികളുടെ മറുപടിയെയാണ് അള്ള പറഞ്ഞത്. അതല്ലെങ്കിൽ ഒരു ദിവസത്തിൽ അല്പസമയം, ഒരു ദിവസം പൂർണ്ണമല്ല, ഒന്നോ അതല്ലെങ്കിൽ ഒന്ന് തീരാത്ത ദിവസമോ മാത്രമേ ദുനിയാവിൽ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ്. എന്നിട്ട് അവർ പറയും ഫസ്അലിൽ ആദീൻ. ഇതിനിങ്ങനെ എണ്ണി നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലെ, 2024, 2025, 2026 ഇങ്ങനെ എണ്ണം പിടിക്കുന്ന ആളുകളുണ്ട്. അവരോട് ചോദിക്കണം, എത്ര കൊല്ലം ദുനിയാവിൽ അള്ളാഹു അനുവദിച്ചു, എത്ര കൊല്ലം ദുനിയാവിൽ മനുഷ്യ കുലത്തിന് അള്ളാഹു ആയുസ് നൽകി? ആ എണ്ണം പിടിക്കുന്ന ആളുകളോട് ചോദിക്കണമെന്ന് പറയാൻ ആയത്ത് തീർന്നില്ല. റബ്ബ് പറയുന്നു വളരെ കുറച്ചല്ലാതെ നിങ്ങൾ അവിടെ കഴിഞ്ഞിട്ടില്ല. എത്ര ആയിരം ആയുസ് നൽകിയാലും റബ്ബ് അതിനെ കലീലെന്നാണ് പറഞ്ഞത്. 70 നൽകിയാലും 60 നൽകിയാലും 50 നൽകിയാലും അത് കലീൽ എന്നുള്ള നിലക്ക് റബ്ബ് വിശദീകരിച്ചത് വളരെ കുറച്ചാണ്. പക്ഷെ ലൗ അന്നക്കും കുന്തും തഅലമൂൻ, നിങ്ങൾ കാര്യത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ ഇഹലോകത്തെക്കാൾ അള്ള തന്ന ദുനിയാവിലെ ആയുഷിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠവും എന്നും നിലനിൽക്കുന്നതും മനശ്വരവും ആഖിറത്തിൽ ആയുഷാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതെന്നാണ്. എന്നിട്ട് റബ്ബ് ആ ആയത്തിനോടൊപ്പം ചേർത്ത് വെച്ച റബ്ബിന്റെ ഒരു സംസാരം കൂടി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇന്നത്തെ സംസാരത്തിൽ ഞാനും നിങ്ങളുടെ നമ്മുടെ മനസ്സുകളിൽ കോറിയിടണം. റബ്ബ് പറയുന്നു ഫഹസിബ്തും അന്നമാ ഖലഖ്നാകും അബസാ. ഇതിങ്ങനെ പറഞ്ഞ ആയുസിന്റെ കണക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് റബ്ബ് പറയാൻ അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നു അന്നമാ ഖലഖ്നാകും അബസാ, ഞാൻ നിങ്ങളെ വെറുതെയാണ് പഠിച്ചതെന്ന്, വെറുതെ പഠിച്ചു വിട്ടതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? വെറുതെ സൃഷ്ടിച്ചു എന്നാണോ നിങ്ങൾ കരുതുന്നത്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എന്റെ എന്നിലേക്ക് മടക്കപ്പെടുകയില്ലേ എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരാൾ മരിക്കുമ്പോ നമ്മൾ പറയും, പക്ഷെ ആ ബോധം ഉള്ളിലുണ്ടാണ് ഞാനും നിങ്ങളും മടങ്ങാനുള്ളതാണ്, ഈ ആയുസ് ഒടുങ്ങാനുള്ളതാണ്, ഇത് തീരാനുള്ളതാണ് എന്ന ചിന്തയെ കടത്തിക്കൊണ്ടുവരണമെന്നാണ്. റബ്ബിന്റെ സംസാരം കൊണ്ട് പോളയ്ക്ക് അള്ളാഹ് എത്ര ഉന്നതനാണ്, അവൻ ഹക്കാൻ, ഹക്കിന്റെ രാജാവാൻ, അള്ളാഹു രാജാതിരാജനാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ മഹത്വത്തെ എടുത്തു പറയാൻ ഈ ആയത്ത് ഇങ്ങനെ കേൾക്കുമ്പോൾ മുഅ്മിനിന് തോന്നും അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. ദുനിയാവിൽ 10-20 വർഷം കൊണ്ട് 2 കായ് ഉണ്ടാകുമ്പോ, അതില്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രശസ്തി ഉണ്ടാകുമ്പോ, എന്തെങ്കിലും വലിയ നേട്ടം അവർക്ക് ഉണ്ടാകുമ്പോ പടച്ച റബ്ബിനെ മറന്നുകൊണ്ടുള്ള ജീവിതവും സംസാരങ്ങളും പ്രവർത്തനങ്ങളും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആയിഷനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് റബ്ബിനെ പരിചയപ്പെടുത്താൻ ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം, മാന്യനായ അർശിന്റെ റബ്ബാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല, അവനല്ലാതെ വേറെ ഇലാഹില്ല എന്ന് പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിക്കൊണ്ടാണ് സൂറത്ത് മുഅ്മിനൂന്റെ സംസാരം ഇങ്ങനെ പോണത്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ എത്ര എണ്ണിയാൽ 2024 കഴിഞ്ഞ് 2600 എണ്ണിയാലും ഇല്ല ഖലീല, അതൊക്കെ വളരെ നിസ്സാരമായ നിമിഷങ്ങളാണ്. പക്ഷെ ആ നിസ്സാരമായ നിമിഷം ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഉപയോഗപ്പെടുത്തൂലേ? ഇഹലോകത്തെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. രാവിനെയും പകലിനെയും റബ്ബ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നു എന്നാണ്. അതെന്തിനാ റബ്ബ് ഇങ്ങനെ പറഞ്ഞത്? ഖിൽഫത്തൻ അല്ലെ, ലൈലിന് ശേഷം നഹാർ എന്നിങ്ങനെ അതിനെങ്ങനെ മാറ്റി മാറ്റി. ലിമൻ അറാദ അൻ യദ്ദക്കർ ഔ അറാദ ശുകൂറ, ചിന്തിക്കുന്നവന് അതിൽ ചിന്തിക്കാൻ വേണ്ടി, ആലോചിക്കാൻ വേണ്ടി, നന്ദി ചെയ്യുന്നവന് ആലോചിക്കാൻ വേണ്ടി. രാവും പകലും മാറി മാറി മറന്നതിൽ എന്തിനാണ് ഞാൻ ചെയ്യാനുള്ളത്? റബ്ബ് എന്തിനാ അവിടെ ശുക്കൂറ എന്ന പദം എടുത്തുകൊണ്ട് വന്നത്? ആയുസിന് നന്ദി ചെയ്യാനാണ്. രാവും പകലും മാറി മാറി വരിക എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, നമ്മുടെ ജീവിതം തീർന്നുകൊണ്ടിരിക്കുന്നു.
ഏറ്റവും വലിയ ജീവിതത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. പരലോക ജീവിതം വഹിയൽ ലഹിയൽ ഹയവാൻ. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ അതാണ് യഥാർത്ഥ ജീവിതം, അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാൽ അതുകൊണ്ട് തന്നെ ഒരു പുനർവിചിന്തനം എല്ലാ 2020 ഓരോ വർഷങ്ങൾ വരുമ്പോഴും പുതുവർഷങ്ങൾ വരുമ്പോഴും കണക്കെടുപ്പുകളുണ്ട്. കച്ചവടക്കാരുടെ കണക്കെടുപ്പുണ്ട്, കർഷകരുടെ കച്ചവടം എടുക്കലുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ നേട്ടങ്ങളും അവരുടെ നഷ്ടങ്ങളും അവരുടെ നികത്താനുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മേഖലകളിലും കടന്നു വരുമ്പോ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു പുനർവിചിന്തനം. അതാണ് ഒരു വർഷം കഴിയുമ്പോഴും ഒരു വർഷം തുടങ്ങുമ്പോഴും എനിക്കും നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നമ്മളെ പ്ലാനുകൾ പരലോകത്തിന് വേണ്ടിയുള്ള നിലക്ക് എന്തൊക്കെ ചെയ്തു. കഴിഞ്ഞ പോയൊരു വർഷക്കാലത്ത് നമ്മൾ എത്ര ഫർള് നമസ്കാരങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്നൊരു വിചിന്തനം ഉണ്ടാവണം. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് എന്തെല്ലാം നേട്ടങ്ങൾ, എന്തെല്ലാം അമലുകൾ കൊണ്ട് നമുക്ക് സജീവമാകാൻ കഴിഞ്ഞു. ഓരോ വർഷം കൂടുന്തോറും ഇതിങ്ങനെ കേടുന്നതല്ലാതെ നന്നാക്കിക്കൊണ്ടുവരുന്ന ആളുകൾ വളരെ വിരളമാണ്. അതൊരു യാഥാർത്ഥ്യമാണ്, എനിക്ക് നിങ്ങൾക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ചിലപ്പോ ഇടക്കിടക്കൊക്കെ ഞങ്ങൾ തമാശക്ക് പറയാറുണ്ട്, ഏതെങ്കിലും ഓൺലൈനിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാല് വിചാരിച്ച സാധനം കിട്ടിയില്ലെങ്കിൽ പലപ്പോഴും പറയും പാമ്പ് അടിച്ചു. രസകരമായിട്ട് പറയാറുള്ള ഒരു വാക്കാണ് പാമ്പ് കടിക്കുക. പാമ്പ് കടിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഒരു ഹദീസിലുണ്ട്, സത്യവിശ്വാസിക്ക് എന്ത് ചെയ്യൂല, ഒരു മാളത്തുനിന്ന് 2 വട്ടം പാമ്പടിക്കൂല, വിഷം തീണ്ടില്ല എന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് പണ്ട് മുതലേ ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, ഇപ്പൊ ഇവിടെ കാലത്ത് കാക്കുമ്പോർക്ക് എല്ലാവർക്കും പരിചയമാണ്. കാരണം ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഇന്ന് ഭക്ഷണം കഴിക്കാൻ കയറിയാല് ഭക്ഷണം ശരിയല്ല ഇറങ്ങി പറയാം പാമ്പടിച്ച്, കാരണം ഇനി കഴിക്ക് വരണ്ട. കാരണം ഇവിടെ ഇനി ഒരു മാളത്തിൽ മുസ്ലിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യൂല, കൈവിടൂല എന്ന് പറഞ്ഞ പോലെ തമാശക്ക് പറയാം. പക്ഷെ ആ ഹദീസ് ഒരുപാട് എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കുന്ന ഒരു വാക്കാണ്. 2024 കഴിയുമ്പോ ഒരു പുതിയൊരു വർഷത്തിലേക്ക് വരുമ്പോ പാമ്പടിക്കണ ഈ ഹദീസ്, പാമ്പടിക്കുന്ന ഞാൻ ആ ഹദീസിനെ നിസ്സാരാക്കല്ല, പക്ഷെ അത് വളരെ റസൂലുള്ളാഹിന്റെ ഭാഷാ സാഹിത്യത്തെ ആ ഹദീസ് ഓർമ്മിപ്പിക്കുന്നു. അറബി ഭാഷയിലെ നബിയുടെ നൈപുണ്യത്തെ ആ ഹദീസ് ഓർമ്മിപ്പിക്കാൻ കാരണം നബി അങ്ങനത്തെ പറഞ്ഞ ആ നബിയുടെ വാക്കിനെ പോലെ ഒരു വാക്ക് പിന്നെ മുൻഗാമികൾ ആരും പറഞ്ഞിട്ടില്ല. ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നബി പറഞ്ഞതിന് ശേഷമാവുള്ളൂ. നബിയുടെ വാക്ക് ഏറെ മികച്ചു നിൽക്കുന്നതായി നബിയുടെ ചില ഹദീസുകളെ പണ്ഡിതന്മാർ പറയും ജവാമിഉൽ കലിം, കുറച്ച് വാക്കുകൾ ഉണ്ടാവുള്ളൂ, പക്ഷെ അതിന്റെ ആശയം അതിവിശാലമാകുന്നു. നുബുവത്തിന്റെ അടയാളമാണ്, മുഅ്ജിസത്തിന്റെ അടയാളമാണ്. മുഅ്ജിസത്തായിട്ട് അതിനെ കണക്കാക്കാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്കുകൾ അങ്ങനെ ചില വാക്കുകൾ വളരെ കുറച്ചായിരിക്കും, പക്ഷെ അതിവിശാലമായ അർത്ഥങ്ങൾ അതിൽ കടന്നു വരുന്ന നമുക്ക് കാണാം. എത്ര ചർച്ച ചെയ്താലും തീരൂല എന്നാണ് ഈ സംഭവം ഞാൻ പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഒരു മുഅ്മിനെ, ഒരു സത്യവിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് 2 തവണ വിഷം തീണ്ടുകയില്ല. കാരണം ഒരു തവണ കൊണ്ടുവച്ചാല് മനസ്സിലാവും, ഇനി അവിടെ കൈയിട്ടാല് അടുത്തവും തട്ടും. മുഅ്മിൻ അങ്ങനെ, മുഅ്മിൻ ബുദ്ധിയുള്ളവനാണ്. മുഅ്മിൻ ഒരിക്കലും അലസനല്ല. അതുകൊണ്ടല്ല 5 നേരത്തെ നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്നത്. അലസനാണെങ്കിൽ നടക്കുമോ? അതുപോലെ ഓർമ്മ കൊണ്ടല്ല അവനത് നിർവഹിക്കുന്നത്. ഓർമ്മ ഉള്ളവൻക്കേ നിർബന്ധമുള്ളൂ. ബുദ്ധിക്ക് സ്ഥിരതയുള്ളവനെ നിസ്കാരം നിർബന്ധമുള്ളൂ. ഭ്രാന്തൻ എന്ത് ചെയ്യേണ്ടതില്ല, നമസ്കരിക്കേണ്ടതില്ല. അക്കല് ഭാഗപ്പെട്ടവൻ നമസ്കരിച്ചാൽ മതി. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അക്കല് ഭാഗപ്പെടാത്ത കുട്ടിക്ക് എന്തല്ല, നിസ്കാരം നിർബന്ധമല്ല. 7 വയസ്സൊക്കെ ഇങ്ങനെ ആകുമ്പോൾ അവന്റെ ബുദ്ധി ഇങ്ങനെ സ്റ്റേബിൾ ആയി തുടങ്ങുന്നതാണ്. 10 വയസ്സാകുമ്പോൾ അവനക്ക് കാര്യങ്ങൾ ഓർക്കാനും തിരിച്ചറിയാനും ഒക്കെ തിരിച്ചറിവുകൾ അവന് വന്നു കിട്ടുമെന്നാണ്. അത് എല്ലാവരും മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനകളിലൊക്കെ അവൻ കൃത്യമായ ശ്രദ്ധയും ലക്ഷ്യങ്ങളും അവൻക്കുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞതും അതാണ്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാളത്തിൽ നിന്ന് 2 തവണ വിഷം തീണ്ടുകയില്ല. ഈ സംഭവം പറയാൻ ഒരു പശ്ചാത്തലവും ചില മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയത് കാണാം. അതാണ് വളരെ അത്ഭുതം. ഈ സംഭവം എപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞത്? ഇതൊക്കെ നമ്മൾ കേട്ട ഹദീസാണ്, പാമ്പ് ഏൽക്കൂല. ഇത് റസൂലുള്ളാഹി പറഞ്ഞ സാഹചര്യം എപ്പോഴാണ്? അറേബ്യയിലെ ജാഹിലിയൻ കാലഘട്ടത്തിൽ അതിസുന്ദരമായി കവിത എഴുതിയിരുന്ന ഒരു ഷായറിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാനാകും. മക്കക്കാർക്ക് അയാൾ ഭയങ്കര ആവേശമാണ്. അയാളുടെ കവിത കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവാചക അനുയായികളെയും തുരത്താനുള്ള ആർജവവും ഉന്മേഷവും അവരുടെ ഹൃദയങ്ങളിൽ സന്നിവേശിക്കുമായിരുന്നു എന്നാണ്. അത്രക്കും യുദ്ധത്തിലേക്ക് ജനങ്ങളെ പ്രചോദിപ്പിച്ചിരുന്ന വാക്കുകൾ കൊണ്ട് കസർത്ത് നടത്തിയിരുന്ന അബു ഇസ്സ അൽ ജുഹമി എന്ന് പറഞ്ഞ ജാഹിലിയ കാലഘട്ടത്തിലെ ഖുറൈശികളിലെ കവികളിൽ പ്രധാനിയായിരുന്ന ഒരാൾ ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂലുള്ളാഹി പിടിച്ചുവച്ച, നബിയുടെ സൈന്യം പിടിച്ചുവച്ച ആളുകൾക്കിടയിൽ അയാളും ബന്ധനസ്ഥനായിരുന്നു. അയാളും പിടികൂടി.
പിടികൂടി മാത്രമല്ല അല്ലെ, യുദ്ധത്തടവുകാരായിട്ട് ഇങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വിട്ടുകൊടുക്കും. ചില സമയത്ത് ഓരോ ആ ആയത്തുകളുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ബദർ യുദ്ധത്തിൽ അവരെ പിടിച്ചു വെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാധീനിച്ചുകൊണ്ട് ഒരു വർത്താനം പറഞ്ഞ ആളാണ് അബു ഇസ്സ. അബു ഇസ്സ എന്നും പറയുന്നു, അബു ഇസ്സ എന്നും അദ്ദേഹത്തിന്റെ പേര് പറയപ്പെടുന്നത്. അതിൽ ജുഹമി ഗോത്രക്കാരനാണ്. അയാള് റസൂലുള്ളാഹിനോട് പറ, റസൂലെ അൻത അഅറഫുൻ നാസി ബിഫാഖത്തി, എന്റെ ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ഈ കണ്ട ആളുകളെക്കാളും കൂടുതൽ അറിയുന്നവൻ താങ്കളല്ലേ. അൻത അഅറഫു ബി ബനാത്തി, ഫാഖത്ത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യൻ, ബനാത്ത് എന്ന് പറഞ്ഞാല് പെൺകുട്ടികളാണ്. എനിക്കുള്ളത് ആകെ പെൺകുട്ടികളാണ്. എന്റെ പെൺകുട്ടികളെ പറ്റി നന്നായി അറിയുന്നവൻ നിങ്ങളല്ലേ റസൂലെ. എന്റെ ദാരിദ്ര്യവും എന്റെ കഷ്ടപ്പാടും എന്നെ ഒന്ന് വെറുതെ വിടണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അയാളെ വെറുതെ വിടാൻ വേണ്ടി പറഞ്ഞു. സഹാബത്ത് അയാളെ വെറുതെ വിട്ടു, ഒന്നും ചെയ്തില്ല, പാരിതോഷികവും വാങ്ങിയില്ല. അയാൾ മടങ്ങിപ്പോയി, മക്കയിലേക്ക് അയാൾ മടങ്ങിപ്പോയി. ഞാൻ ബദറില് അവരെല്ലാവരും അവർ കിട്ടിയ ജീവനും കൊണ്ട് ഓടുക ചെയ്തത്. അയാൾ മടങ്ങിപ്പോയി. പക്ഷെ മടങ്ങിപ്പോയി ഇനി റസൂല പറഞ്ഞും ചെയ്തത്, ഇനി എന്ത് ചെയ്യരുത്, എനിക്കെതിരെ ഒരിക്കലും തഹരീൽ, ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന വർത്തമാനം പറയരുത്, യുദ്ധത്തിലേക്ക് ആളുകളെ ഒരിക്കലും പ്രചോദിപ്പിക്കരുത്, അവരെ ആവേശം കൊള്ളിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഇല്ല ഞാനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞു പോയ ആളാണ് ഇയാൾ. പിന്നീട് ഉഹദ് യുദ്ധം വരാനാകുന്ന സമയത്താണ് അബൂ സുഫിയാൻ അല്ലെ, അന്ന് ശത്രുപക്ഷത്തല്ലേ, അബൂ സുഫിയാൻ എന്ത് ചെയ്യുന്നത്, ഇയാളെ അരികിലേക്ക് ചെല്ലുന്നത്. അബൂ ഇസ്സന്റെ അരികിൽ വന്ന് പറയാൻ, അബൂ ഇസ്സ നിങ്ങൾ എത്ര സുന്ദരമായി കവിത പറയുന്നവനാണ്. ഒരു കവിത പറഞ്ഞാൽ, മുസ്ലിം സൈന്യങ്ങൾക്കെതിരെ പുറപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഒരു കവിത പറഞ്ഞാൽ മക്കയിൽ ഒരാളും വീട്ടിലിരിക്കൂല. കാരണം നിന്റെ കവിത കേട്ടാൽ കയ്യിൽ കിട്ടിയത് എന്തായാലും അതും കൊണ്ട് യുദ്ധം ചെയ്യാൻ ഓടി വരുന്ന സമൂഹം മക്കയിലുണ്ട്. നിന്റെ വാക്കിനും നിന്റെ സംസാരത്തിനുമുള്ള സ്വാധീനവും സ്വീകാര്യതയും അതിവിശാലമാണെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, ഞാൻ ഇനി പാട്ട് പറയൂല, ഇനി കവിത പറയില്ല എന്ന് പറഞ്ഞു പോന്നവനാണ് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് അബൂ സുഫിയാൻ പറഞ്ഞു, നിന്റെ ദാരിദ്ര്യം മുഴുവൻ നീക്കിത്തരാ, നിന്റെ പെൺമക്കളുടെ കാര്യം മുഴുവൻ ഞങ്ങൾ നോക്കാം, നിനക്ക് ഒരു പ്രകാശവും ഒരു ബുദ്ധിമുട്ടും വരികയില്ല എന്ന് പറഞ്ഞ് അയാൾ ആവേശം കൊള്ളിച്ചു. അങ്ങനെ അയാൾ വീണ്ടും വന്നു. അങ്ങനെ ഉഹദ് യുദ്ധത്തില് അയാൾ വന്നതും നബിക്കെതിരെ ഒരുപാട് ആളുകളെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ് ഈ പറഞ്ഞ ഹദീസ്, ഒരു മുഅ്മിനിനെ ഒരു മാളത്തിൽ നിന്ന് 2 തവണ വിഷം തീണ്ടുകയില്ല. കാരണം വെറുതെ വിട്ട് അയാള് വീണ്ടും എന്ത് ചെയ്തു, വന്നു എന്നുള്ള അർത്ഥത്തിൽ. ഏതായാലും അദ്ദേഹത്തിന്റെ മരണവും അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ പോണില്ല. ഞാൻ പറഞ്ഞു വരുന്നത് 2024 എന്ന വർഷം കഴിഞ്ഞപ്പോ എനിക്കും നിങ്ങൾക്കും പറ്റിയ വിഷം തീണ്ടിയ ഒരുപാട് നിമിഷങ്ങളുണ്ട്. നമ്മളെ പരലോകത്തിനെ ബാധിക്കുന്ന പല പോരായ്മകളും, നമ്മുടെ ആരാധനകളിൽ വന്ന വീഴ്ചകൾ, നമ്മുടെ ഇസ്ലാമികമായ മര്യാദകളിൽ കടന്നു വന്ന വീഴ്ചകൾ, റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നമുക്ക് വന്ന വീഴ്ചകൾ, റബ്ബിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ട കാര്യങ്ങളിൽ എനിക്കും നിങ്ങൾക്കും പറ്റിയ കുറ്റങ്ങൾ, കുറവുകൾ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും പിൻപറ്റുന്ന കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും പറ്റിയ വീഴ്ചകൾ, അതിനെ നികത്താൻ ഇനിയൊരിക്കലും ആ മാളങ്ങളിൽ പോയി ഞാൻ എന്റെ കൈയിടില്ല, ഇനിയൊരിക്കലും ആ മാളങ്ങളിൽ പോയി ഞാൻ എന്റെ ജീവിതത്തെ ഹോമിക്കില്ല, ഇനിയൊരിക്കലും ആ ഹറാമുകളിലും ആ മൻഹിയാത്തുകളിലും ആ മഹദൂറാത്തുകളിലും എന്റെ ജീവിതത്തെ ഞാൻ നശിപ്പിക്കില്ല. എനിക്ക് കിട്ടിയ ആയുസ് നിസ്സാരമാണ്, അതിൽ പലതും കടന്നുപോയി, അതിൽ പല രാവുകളും പകലുകളും വസന്തവും വേനലും കടന്നുപോയി. ഇനി വരാനുള്ള വേനലുകൾ, ഇനി വരാനുള്ള വസന്തങ്ങൾ, ഇനി വരാനുള്ള മഴക്കാലങ്ങൾ, ഇനി വരാനുള്ള രാവും പകലും തണുപ്പും ചൂടുമൊക്കെ അല്ലാഹുവിനെ അനുസരിക്കുന്ന ഒരു മുഅ്മിനായി തീരുന്നതിലേക്ക് ഞാൻ നടത്തുമെന്നുള്ള തീരുമാനങ്ങളായിരിക്കണം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സംസാരം എന്നെയും നിങ്ങളെയും പ്രചോദിപ്പിക്കേണ്ടത്. മദീനത്തെ പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സമയത്താൻ ഒന്നും എടുക്കാനില്ലാത്ത വാളുകൊണ്ട് മാത്രം ഔറത്ത് മറച്ച മുദർ ഗോത്രത്തിലെ പട്ടിണിപ്പാടുകൾ കടന്നു വന്ന രംഗത്ത് വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങളിൽ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയത് സൂറത്ത് ഹശറിന്റെ ആയത്ത് നമ്മളെ കോരിപ്പോയവരാ. അവരിൽ പലരും മനഃപ്പാഠമാക്കി വെച്ച ആയത്താൻ ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്ത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംസാരത്തിൽ എനിക്കും നിങ്ങൾക്കും ഓർത്തു വെക്കാനുള്ളത് അത് തന്നെയാണ്. ഏതൊരു പുതിയ വർഷത്തിന്റെ പുനരിതെളിയുമ്പോഴും, ഏതൊരു പഴയ വർഷത്തിലും നമ്മൾ അതിനെ വിട പറഞ്ഞയക്കുമ്പോഴും
ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാവേണ്ടത് ആയത്താണ്. ആ ആയത്ത് ഞാൻ നിങ്ങൾ മനഃപാഠമാക്കണം. അപ്പൊ സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖില്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ ആദ്യം നബി തങ്ങൾ നൽകിയ ഉപദേശം തഖ്വയാണ്. ഉത്തഖുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് സംസാരം, ഖുതുബകൾ മുഴുവൻ അങ്ങനെയാണ്. ആ ഖുതുബകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തഖ്വയെ സംബന്ധിച്ചുള്ള 2-3 ആയത്തുകൾ കൊണ്ടുവരാറുണ്ട്. ഉപദേശം ചോദിച്ചു വരുന്ന അനുയായികൾക്ക് റസൂലുള്ള ആദ്യം നൽകുന്ന ഉപദേശം തഖ്വയാണ്, സൂക്ഷ്മതയാണ്. വാക്കിലും പ്രവൃത്തിയിലും ഇടപാടുകളിലും അതുപോലെ തന്നെ നോട്ടങ്ങളിലും അതുപോലെ തന്നെ ഏതൊരു ചലനങ്ങളിലും മനസ്സ് മന്ത്രിക്കുന്നതിലും പടച്ച റബ്ബിനെ സംബന്ധിച്ചുള്ള സൂക്ഷ്മതാബോധത്തെ കൈവരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അത് ഈ ആയത്തിൽ 2 തവണ റബ്ബ് പറഞ്ഞു എന്നുള്ളതും ആ ആയത്തിന്റെ പ്രത്യേകതയായി നമുക്കറിയാം. റബ്ബ് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. ഓരോ മനുഷ്യന്റെ മനസ്സും ഓരോ മനുഷ്യ ആത്മാവും നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കട്ടെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. റബ്ബ് വീണ്ടും അതിങ്ങനെ ഒരു ഉപദേശം തന്നിട്ട് വീണ്ടും ഒരു ഉപദേശം അതാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. എന്നിട്ട് ആയത്ത് നിർത്തിയ റബ്ബിന്റെ വാക്ക് നോക്കി, ഇന്നല്ലാഹ ഖബീറുൻ, തീർച്ചയായും അള്ളാഹു ഖബീറൻ. എന്താ ഖബീർ? സൂക്ഷ്മമായി അറിയാം. നമ്മള് ലാബുകൾക്കൊക്കെ പേര് കൊടുക്കാറുണ്ട്, മുഖ്തബർ അല്ലെ, മുഖ്തബിർ എന്നും പറയാറുണ്ട്, അഥവാ ലബോറട്ടറി. അത് എത്ര നിസ്സാരമായ സംഗതി നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് എന്ത് ചെയ്യും, നോക്കിയാൽ കാണും, വലിയ രീതിയിൽ കാണും. പല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തുന്ന വാക്കുകളായിട്ട് അല്ലെ, ഹിബറത്തുള്ള ആളുകളായിട്ട് ഉപയോഗിക്കുന്ന ആൾ. ഖബീർ എന്നുള്ള വാക്ക് അള്ളാഹ്ക്ക് മാത്രമാണ്. റബ്ബ് സൂക്ഷ്മമായി അറിയുന്നത് പോലെ ഒരാൾ അറിയൂല. ഞാൻ എത്ര ഒരു അണുത്തൂക്കം എന്നുള്ള വാക്കിനെ നമ്മൾ പലപ്പോഴും വിശദീകരിച്ചതാണ്. എന്താ ദർറത്ത്? അണുമണി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ചില മുഫസ്സിറുകൾ അതിന് അർത്ഥം കൊടുത്തത് ഒരു ഉറുമ്പിന്റെ നേർത്ത കാലുനാൻ, രിജുലും നംല. ഒരു ഉറുമ്പിനെ തന്നെ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് കാണൂല അല്ലെ, പക്ഷെ ഈ അതിസൂക്ഷ്മമായി നോക്കിയാൽ കാണുന്ന ഉറുമ്പിന്റെ അതിസൂക്ഷ്മമായ കാലിന്റെ അണുവാണത്രേ ദർറത്ത് എന്ന് പണ്ട് അറബികൾ ഉപയോഗിക്കാറുള്ളതെന്നാണ്. അള്ളാന്റെ അരികിൽ അതുപോലും റബ്ബ് മറച്ചു വെക്കുന്നില്ല. റബ്ബ് അതറിയുന്നു, റബ്ബ് അതിനെ രേഖപ്പെടുത്തുന്നു, അത് അവൻ അവിടെ കാണുന്നു അല്ലെ. ഒരു മനുഷ്യർക്ക് അത് അവിടെ കാണാൻ കഴിയുന്നു, അതിന് റബ്ബ് പ്രതിഫലം നൽകുമെന്നാണ്. അതേപോലെ തന്നെ ഷർറും രേഖപ്പെടുത്തിയെന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, മനുഷ്യൻ ചെയ്യുന്ന അമലുകളെ മുഴുവൻ രേഖപ്പെടുത്തി വെക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതിനനുയായികളെ നിശ്ചയിച്ചവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്നാണ്. അപ്പൊ ഈ ഖബീർ അതിസൂക്ഷ്മമായി എല്ലാറ്റിനെയും നാളേക്ക് വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് ചെയ്തതൊക്കെ ആര് രേഖപ്പെടുത്തുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നു. ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല അതിസൂക്ഷ്മമായി അറിയുന്നവനാണെന്ന് പറഞ്ഞിട്ട് ആയത്ത് തീർന്നു. പക്ഷെ ആ ആയത്തിനെ ലോകം ചർച്ച ചെയ്യാൻ, ആ ആയത്തിനെ മുഫസ്സിരീങ്ങൾ ചർച്ച ചെയ്യാൻ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ വളരെ പ്രസിദ്ധമാണ്, വളരെ ഷോർട്ടാണ്, വിശാലമായിട്ട് നീട്ടിപ്പറ്റി പറഞ്ഞിട്ടൊന്നുമില്ല. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ തഫ്സീറുകളിൽ ചില ആയത്തുകൾ വളരെ കൃത്യമായി ഹ്രസ്വമായിട്ടാണ് രേഖപ്പെടുത്താറുള്ളത്. അദ്ദേഹം പറയാണ്, ഹാദിഹിൽ ആയ അൽ കരീമ, മഹത്തായ ഈ ആയത്ത്, അസ്ലുൻ ഫി മുഹാസബത്തിൽ അബ്ദി ലിനഫ്സിഹി, ഒരു അടിമക്ക് അവനെ തന്നെ പരിശോധിക്കാനുള്ള ഒരു ആയത്ത് ഇതാണെന്നാണ്. നമുക്ക് നമ്മളെ പറ്റിയൊരു തോന്നലുണ്ടാവണമെങ്കിൽ ഒന്നുമല്ല, മുഅ്മിനാണ്, നമ്മുടെ ഈമാനിനെ പരിശോധിക്കാനും നമ്മുടെ ഇസ്ലാമിനെ പരിശോധിക്കാനും ഈ ഒരൊറ്റ ആയത്ത് മതിയാണ്. നാളേക്ക് വേണ്ടി എന്റെയും നിങ്ങളുടെയും കയ്യിൽ, മറ്റാളുകൾക്ക് വേണ്ടി ചെയ്തതല്ല, പടച്ച റബ്ബിന്റെ വജു ഉദ്ദേശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ച് ശരിയായകൾ അള്ളാഹ് സ്വീകരിക്കുന്നു. കുറെ ചെയ്തു എന്നുള്ളത് എന്തല്ല, അള്ളാന്റെ അടുത്ത് ന്യായമല്ല. ഞാൻ കുറെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ന്യായമല്ല. അതുപോലെ തന്നെ നല്ല ഇഖ്ലാസോട് പടച്ച റബ്ബിന്റെ വജു ഉദ്ദേശിച്ച് ഞാൻ ധാരാളം ചെയ്തു എന്നുള്ളതും ന്യായമല്ല. ഇഖ്ലാസ് മാത്രം പോരാ, ഇഖ്ലാസുള്ള കുറെ ആൾക്കാർ നമുക്ക് കാണാം. ഈ കഴിഞ്ഞ ദിവസം ഉംറക്ക് പോലും ചെന്നപ്പോ ആ ഉഹദിന്റെ തീരങ്ങളിൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യന്മാരെ കണ്ടു. ഒരുപാട് പാവപ്പെട്ട നിഷ്കളങ്കർ എന്നൊക്കെ പറയാം. അതായത് ഉഹദിന്റെ അരികത്ത് തന്നെയല്ലേ അവിടെ മറമാടപ്പെട്ട ശുഹദാല, മഖ്ബറത്തു ശുഹദാ ഉഹദ്, ഉഹദിലെ ശുഹദാക്കളുടെ മഖ്ബറ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ, മുസ്അബ് ഇബ്നു ഉമൈറിനെ പോലെ,
മറ്റു ധീരരായ 70ഓളം സ്വഹാബത്തിനെ അള്ളാഹുവിന്റെ റസൂല് മറമാടിയത് ആ മണ്ണിലാണ്. അതിൽ തന്നെ ഒരു ലഹദിന്റെ ഉള്ളിൽ രണ്ടാളുകളെ ഒരുമിച്ച് ചേർത്തു എന്നാൻ. ആദ്യം ഖുർആൻ ഓതുന്നവൻ, നന്നായി ഖുർആൻ പാരായണം ചെയ്തവൻ, ഇതിലാരാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ ഹിഫ്ളുള്ളവൻ എന്നൊക്കെ നോക്കിയിട്ട് റസൂലുള്ള മറവ് ചെയ്ത രീതികൾ എങ്ങനെയാണ്? ആ ഉഹദിന്റെ രണാങ്കണത്തിൽ, ആ ഉഹദിന്റെ ആ മദ്ഫനിൽ, അവിടെയുള്ള ആ ഒരു മയ്യത്ത് മറമാടപ്പെട്ട ഇടങ്ങളിൽ ചില വരുമ്പോഴൊക്കെയാണ് കെട്ടിയത്. പണ്ടൊക്കെ അവിടെ പേരുണ്ടായിരുന്നു, ഹംസ റളിയല്ലാഹുവിന്റെ പേരൊക്കെ പണ്ട് രേഖപ്പെടുത്തിയിരുന്നു. പക്ഷെ ഇപ്പൊ ആ പേരുകളൊക്കെ നീക്കണം, പേരിലൊന്നും എന്തല്ല. അവിടെ ഇനി ഹംസ റളിയല്ലാഹുവിന്റെ ഖബറാണ് പറഞ്ഞിട്ട് അവിടെ എന്തും ചെയ്യാണ്ടോ? ഇല്ല. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് ഒരു പാടുണ്ട്. ആ ഉഹദിന്റെ തീരത്ത്, ആ ഉഹദിന്റെ ചാരത്ത്, ഉഹദിന്റെ ഓരത്ത് 70ഓളം മുഅ്മിനീങ്ങൾ ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയതാണ്. അവർ യുദ്ധം ചെയ്തത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് നമസ്കരിക്കുന്നത്. അവരവരുടെ ജീവിതത്തെ ത്യജിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഷഹാദത്ത് ഉച്ചരിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കയ്യിലുള്ള കാരക്കച്ചേൽ വലിച്ചെറിഞ്ഞ മഹാനായ സ്വഹാബി ആ കൂട്ടത്തിൽ മരണപ്പെട്ടത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഷഹാദത്തിന്റെ മാധുര്യം ഞാൻ നിങ്ങളും രുചിച്ചറിഞ്ഞത്. അവിടെ ഇരുന്നിട്ട് കുറെ ആൾക്കാർ ഖബറിലേക്ക് കൈകൾ ഉയർത്തി നിറക്കണ്ണുകളോടെ ദുആ ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്? അവരുടെ ഖൈറും അവരുടെ ബർക്കത്തും അവരുടെ ശഫാഅത്തും അറിവില്ലായ്മകൾ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വരെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിട്ട്, ഇത് നേരെ ഖിബ്ലക്ക് ഓപ്പോസിറ്റ് ആയി തിരിഞ്ഞിട്ട് പോരാത്തിരി ചില ആൾക്കാരെ നമുക്ക് വീണ്ടും കാണാം. വീട്ടിലൊക്കെ കയറാൻ പറ്റി കഴിഞ്ഞാൽ ചിലരെന്ത് ചെയ്യുന്നത് അവിടെയുള്ള മണ്ണ് വരെ വാരിക്കൊണ്ടുപോകുന്നതാണ്. ഇഖ്ലാസ് കൊണ്ട്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് വിട്ട് രക്ഷപ്പെടുന്നുള്ള ചിന്തയാണ്. വളരെ രസമായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ 11 യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് എന്റെ റൂംമേറ്റിന്റെ, പാകിസ്ഥാനിയായ റൂംമേറ്റിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് അവൻ ഒരു സംഭവം പറഞ്ഞത്. പാകിസ്ഥാനി എന്ന് പറയുമ്പോ എല്ലാരും മൊത്തത്തിൽ വിപത്തറിയില്ലത്താ, അങ്ങനെ കണക്കാക്കാൻ പാടില്ല. പക്ഷെ ഒരു പാഠം പറയാൻ അയാൾ പറയണേ, അവന്റെ കുടുംബത്തിൽ അവനൊരിക്കല് ഇതേപോലെ വിരുന്നിന് പോയപ്പോ ചായ ഒക്കെ കൊടുത്തു, കൂട്ടത്തിൽ മിച്ചറും വെച്ചു കൊടുത്തു. ഞാൻ മിച്ചറൊക്കെ തിന്നപ്പോ അവനോട് പറഞ്ഞല്ല, ഉഹദിലെ തുറുബത്തു ഷെരീഫ, നല്ല മണ്ണ് കഴുകിക്കൊണ്ടെന്ന കയ്യിലിട്ടിട്ടുണ്ട്, അതൊക്കെ മിക്സ് ആയതാണ്, പടച്ചവനോട് ദുആ ചെയ്ത് ഇറങ്ങിക്കോന്നാണല്ലോ പറഞ്ഞതെന്ന്. ആ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സോക്കിങ്ങൾ കാരണം ഉഹദിലെ മണ്ണ് കഴുകിക്കൊണ്ടെന്ന് അത് തിന്നു കഴിഞ്ഞാൽ അതിന്റെ വർക്കത്തോട് രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്ന, അതിനും അപ്പുറത്ത് തബറുക്കിന്റെ കഥകൾ നമ്മുടെ നാട്ടിലും കാണാം. പല രീതിയിലുള്ള വർത്തമാനം കിട്ടുന്നത് മുഴുവൻ ഉമറല്ലാൻ ആ മരം വെട്ടിക്കളഞ്ഞത് വെറുതല്ല, ഉമറല്ലാനും ആ മരം വെട്ടിക്കളഞ്ഞത് വെറുതല്ല. ചരിത്രത്തിൽ ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഇഖ്ലാസ് ഇല്ലാഞ്ഞിട്ടാ, ഇഖ്ലാസ് കൂടിയിട്ടാണ്. എത്ര ഇഖ്ലാസോട് കൂടി വെച്ചു. പക്ഷെ ഇഖ്ലാസ് മാത്രല്ല ഒരു അമലിന്റെ റബ്ബിന്റെ അരികിൽ സ്വീകരിക്കപ്പെടാനുള്ള കാരണം മറ്റൊന്നും കൂടി ഉണ്ട്. അതെന്താ? സ്വഹീഹാവണം, അമല് ശരിയാവണം. ശരിയാവണം എന്നാൽ നബിയുടെ ചര്യക്ക് അനുസരിച്ചാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നബിയുടെ സുന്നത്തിനോട് അനുധാവനം ചെയ്യുന്നതാവണം. അല്ല നമുക്ക് തോന്നിയ പോലെ പറ്റോ? ഇല്ല. ഏത് ആരാധനകളും അങ്ങനെയാണ്. നാളേക്ക് വേണ്ടി നമ്മൾ കരുതി വെച്ച അമലുകൾ അങ്ങനെ കൈകൊണ്ടതാണോ? നാളേക്ക് വേണ്ടി എനിക്കും നിങ്ങൾക്കും ഉണ്ട് എന്ന് നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും നാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന അമലുകൾ അത്ര പെർഫെക്റ്റ് ആണോ? പോരായ്മകൾ ഉണ്ടെങ്കിൽ തിരുത്താനുള്ളതായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള ആയുസ്സിലെ ഓരോ ജീവവായുവും, ഇനിയുള്ള ആയുസ്സിലെ ഓരോ വിശ്വാസവും, നമ്മളെ ഖുർആൻ പാരായണത്തിൽ കുറെ തെറ്റുകളുണ്ട്. പക്ഷെ ഇതുവരെ തിരുത്താന് നമുക്ക് നേരമില്ല. പല ക്ലാസ്സുകളിൽ നമ്മൾ പോകും, പല സദസ്സുകളിൽ നമ്മൾ ചെല്ലും. പക്ഷെ ഖുർആൻ നമ്മക്കല്ലാതെ വേറെ ആർക്കും ഇറങ്ങിയത്. ഞാൻ ആരും കുറ്റം പറയില്ല. മുസ്ലിം സമൂഹത്തിൽ എന്നിട്ട് ആൾക്കാരെ എടുത്തു നോക്കി നിങ്ങൾ വലിയ ലെവലിലുള്ള. പക്ഷെ ചില ആൾക്കാരെ കാണട്ടെ, ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും അവരുടെ തിരക്കുകൾക്കിടയിലും ഖുർആൻ പഠിക്കുന്ന കുറെ ആളുകളെ കാണാം. SLRC പോലുള്ള അല്ലെ, കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവിന്റെ ഒക്കെ സ്ഥാപനത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ആളുകളെ കാണാം. കുറെ ആളുകളുണ്ട് പക്ഷെ ഉപയോഗപ്പെടുത്താത്തവരാണ് ഭൂരിഭാഗം മുസ്ലിമീങ്ങളും. ആ പോരായ്മകളെ നികത്തണ്ടേ? ആരാധനകളിലുള്ള അല്ലെ ഖുർആൻ പാരായണം എന്ന് പറയുന്നത് ഇബാദത്താണ്. ആ ഇബാദത്ത് അതിന് ഖുർആൻ പാരായണം മാത്രമല്ല, എല്ലാ നമസ്കാരത്തിലുള്ള പോലെ ഇന്നും നമസ്കാരങ്ങളിലുള്ള അത്തഹിയ്യാത്ത് കൃത്യമായി ചെല്ലാത്തവർ, അത്തഹിയ്യാത്തിന് ശേഷമുള്ള ദുആകളെ കൃത്യമായി പറയാൻ കഴിയാത്തവർ, ആൾക്കാരോട് പറഞ്ഞാൽ നാണം കെടുമെന്നുള്ള ഇപ്പോഴും മൂടി വെച്ച് നടക്കുന്ന ആളുകളെ നമ്മുടെ കുടുംബങ്ങളിൽ കാണാം, നമ്മുടെ നാടുകളിൽ കാണാം. മയ്യത്ത് നമസ്കാരങ്ങൾ എപ്പോഴും എഴുതിക്കൊണ്ടിറക്കലാണ്. മയ്യത്ത് നിസ്കാരമായി കാണുമ്പോ ഉസ്താദാണ് എഴുതിത്തരണം, വാട്സപ്പിൽ അയച്ചരണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ ഇന്നും കാണാം. ഇസ്ലാമികമായ ചിട്ടകളെയും ഇസ്ലാമികമായ മര്യാദകളെയും അതിലുപരി ഇസ്ലാമികമായ നിർബന്ധ കാര്യങ്ങളിലെ പോരായ്മകളെയും പരിഹരിക്കാനാകണം ഒരു പുതിയ വർഷം. പ്രിയപ്പെട്ടവര്, ഒരു പുതിയ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കിട്ടും നമുക്കറിയില്ല. ഈ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പുതിയ വർഷത്തിലേക്ക് കടക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോരായ്മകളെ പരിഹരിക്കാൻ,
നമ്മുടെ ആരാധനകളെ നന്നാക്കുവാൻ, ഇനിയും റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ ഈ ഒരൊറ്റ ആയത്ത് മദീനാൻ. അതാണ് ഇമാം ശഅദി രേഖപ്പെടുത്തിയത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. എന്താണോ ചെയ്യുന്നത് കൃത്യമായിട്ട് അതിനെങ്ങനെ പരിശോധിക്കുന്ന പടച്ച റബ്ബ് മുകളിലുണ്ട്, ഖബീറായ റബ്ബുണ്ട് എന്ന രീതിയിൽ ആ ചിന്തയോടുകൂടി കഴിയണമെന്നാണ്. ഈ ആയത്തിനെ സംബന്ധിച്ച് പറയുമ്പോ തന്നെ അല്ലെ, നമ്മുടെ ഓരോ പരിഹാരം ഇനി ചിലപ്പോഴും പരിഹരിച്ചാലും ചിലപ്പോ തീരാത്തേ ഉണ്ടാവും. തൗബ ചെയ്യാൻ ഈ ആയത്ത് മതി. പടച്ച റബ്ബിനോടല്ലേ വന്ന വീഴ്ചകളിലൊക്കെ റബ്ബെ പുറത്തു തരണേ, റബ്ബെ പുറത്തു തരണേ, ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു എന്ന തോന്നലിന് ഈ ആയത്ത് മതി എന്നാൽ ഇമാം ശഅദി രേഖപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ദിവസേന 100 തവണ റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടെന്നാണ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം. അസ്തഗ്ഫിറുല്ലാഹി വഅതൂബു ഇലൈഹി. വേറെ റിവായത്തിൽ 70ഓളം തവണ. ഇത് രണ്ട് വൈരുദ്ധ്യമല്ല, ആധിക്യത്തെ സൂചിപ്പിക്കാനാണ് 70ഉം 100ഉം റസൂലുള്ള പറഞ്ഞത്. അഥവാ ജീവിതത്തിൽ നമ്മൾ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാലും പറയലതല്ലേ, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് നിസ്കാരത്തിലെ പോരായ്മകളെ പരിഹരിക്കപ്പെടാൻ ഐച്ഛികമായ നമസ്കാരങ്ങളെ റസൂലിനെ പഠിപ്പിച്ചത് എന്തിനാൻ? മറ്റുള്ളത് റസൂൽ അള്ളാഹുവിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് എന്റെ അടിമയുടെ ഫർദിലെ പോരായ്മകളെ പരിഹരിക്കാൻ അവന് ഐച്ഛികമായ വല്ലതും ബാക്കിയുണ്ടോ എന്ന് നോക്കാൻ പറയുമെന്നാണ്. ഐച്ഛികമായ കർമ്മങ്ങളെ വെച്ച് നിർബന്ധമായ കർമ്മങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഒരു സത്യവിശ്വാസിക്ക് ആലോചിക്കാനുള്ളതാണ്. അല്ലെ, ഞാൻ 5 നേരത്തെ നമസ്കാരങ്ങൾ കഴിഞ്ഞാലുള്ള എന്റെ റവാത്തിബുകളെ ഞാൻ നഷ്ടപ്പെടുത്താറില്ല. ഐച്ഛിക നമസ്കാരങ്ങൾ ഞാൻ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഐച്ഛികമായ നോമ്പുകളെ പരമാവധി ശ്രദ്ധിക്കാറുണ്ട്. ഖുർആൻ പാരായണങ്ങൾ റസൂലുള്ള പറഞ്ഞു, രാവും പകലും ഖുർആനിന്റെ തിലാവത്തിനെ റബ്ബേ നീ എനിക്ക് സമ്മാനമായി നൽകണേ, റിസ്ക്കായി നൽകാൻ. രാവും പകലും ഖുർആനാകാൻ. നമ്മൾ ആകെ ഒരു വെള്ളിയാഴ്ച എടുക്കും, സൂറത്തുൽ കഹ്ഫ് 2 പേജ് ഓതുന്നിട്ട് അവിടെ വെക്കും. ഞാൻ വേറെ ഏതെങ്കിലും ഖുർആൻ ക്ലാസ് ഉണ്ടെങ്കിൽ തൊട്ട് വെക്കും. സ്ഥിരമായി ഖുർആൻ ഓതുന്ന വയോധികരെ കാണാ, ചെറുപ്പക്കാരെ കാണൂല. ആരോഗ്യവും ഊർജവും ഉന്മേഷവും നിറഞ്ഞു നിൽക്കുന്ന ചോരത്തിളപ്പിന്റെ കാലത്ത് അതിലൊന്നും അവരെ കാണൂല. പക്ഷെ ഒക്കെ ഒടിഞ്ഞു തെളിഞ്ഞ് അവസാനമാകുന്ന സമയത്തായിരിക്കും അതൊന്ന് തുറന്നു നോക്കുക. പക്ഷെ കിട്ടിയ ആയുഷിന് ഉപയോഗപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ആയത്താൻ അവിടെ വയസ്സൻ എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ കുഞ്ഞെന്ന് പറഞ്ഞിട്ടില്ല, കൗമാരക്കാരനെന്നോ യുവതിയെന്നോ യുവാവെന്നോ പറഞ്ഞിട്ടില്ല. നഫ്സുൻ, ഒരു ദേഹമെന്നാൻ, ഒരു ആത്മാവെന്നാൻ. ആ ആത്മാവ് പരിശോധിക്കട്ടെ. ആ ആത്മാവ് എന്ന് പറയുമ്പോൾ ഞാനും അത് നിങ്ങളുമാണ് പ്രിയപ്പെട്ടവരെ. വേറെ ആരും അറിയിക്കണ്ട. അയാൾ എങ്ങനെയാണ്, ഓനെങ്ങനെയാണ്, എന്റെ മക്കൾ ഇങ്ങനെയാണ്, എന്റെ വാപ്പ എങ്ങനെയാണെന്ന് പറയണ്ട. നമ്മൾ എങ്ങനെയാണ്? നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ പിന്നിലുള്ളവർ ജീവിക്കുന്നത്, നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ വീട്ടിലുള്ളവർ ജീവിക്കുന്നത്, നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ മഹലിലുള്ളവർ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ജീവിതത്തിന്റെ വെളിച്ചവും പ്രകാശവും എന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. അവിടെ ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ ഈ ആയത്ത് ഓതിനാൻ. എപ്പോ ഓതി? ഈ നേരത്തെ പറഞ്ഞ മുദർ ഗോത്രത്തിലെ ഒന്നും ഉടുക്കാനില്ലാത്ത പട്ടിണി പാവങ്ങൾ നബിയുടെ അരികിലേക്ക് വന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ സംഭവം പറയുന്നുണ്ട്. ആ ഓരോ വരി ഇങ്ങനെ വായിക്കുമ്പോ എത്ര വൈകാരികമായിട്ടാണ് നബിയുടെ ഓരോ രംഗങ്ങളും കടന്നുപോയത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, മുൻദിർ ഇബ്നു ജരീർ എന്ന് പറഞ്ഞ താബിഈ, അദ്ദേഹമാണ് ഈ സംഭവത്തെ റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ഉപ്പയാണ് ജരീർ. ഉപ്പ വിശദീകരിക്കുന്ന സംഭവമാണ്, കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സദരിൻ നഹാർ. ഒരു പ്രഭാതത്തിന്റെ തുടക്കത്തിൽ അഥവാ നേരം വെളുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നബി തങ്ങളുടെ അരികിൽ നിൽക്കുകയായിരുന്നു, അരികത്തിരിക്കുകയായിരുന്നു. മുദർ ഗോത്രത്തിലെ ഭൂരിഭാഗം ആൾക്കാർ മുദർ ഗോത്രക്കാരാ. മുദർ ഗോത്രത്തിലെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ ചില ആൾക്കാർ നബിയുടെ അരികിലേക്ക് വരും. ചില പരാതി പറഞ്ഞിട്ടാ, പരിഭവം പറഞ്ഞിട്ടാ, സങ്കടം പറഞ്ഞിട്ടാ വരുന്നത്. അവരുടെ അവസ്ഥ പറയാൻ ജരീർ റളിയല്ലാഹു അൻഹു മറന്നില്ല. അവരുടെ അവസ്ഥ പറഞ്ഞത് ഓരോ ഹദീസും വായിക്കുമ്പോ ആ രംഗത്തെ വിശദീകരിക്കേണ്ട സഹാബത്ത് അവരുടെ രംഗം പറഞ്ഞു. ഹുഫാത്തുൻ, ചെരുപ്പിടാൻ പറ്റാത്ത ആൾക്കാര്, നഗ്നപാദർ, ഉറാത്തുൻ, വസ്ത്രം എടുക്കാൻ പറ്റാത്ത ആൾക്ക് ഇല്ലാഞ്ഞിട്ടാണ്, അല്ലാതെ മേല് മുറിവുണ്ടായിട്ടല്ല. വസ്ത്രം എടുക്കാൻ പറ്റാത്ത വസ്ത്രമില്ലാത്ത ആളുകളും ചെരുപ്പില്ലാത്ത ആളുകളും. മുജിതാബയ്യൻ നിമാർന്ന്, അവരിങ്ങനെ തോലി വെച്ചിട്ടൊക്കെയാണ് പലപ്പോഴും ഔറത്ത് മറച്ചത്
യുദ്ധങ്ങളിൽ ഇവർ ഉപയോഗിക്കുന്ന സുയൂഫുകൾ, വാളിന്റെ ഉറകളും വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തത്, അവരുടെ ഔറത്ത് മറച്ചിരുന്നത്. അങ്ങനത്തെ പാവപ്പെട്ട ആൾക്കാർ വന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ മുഖം അങ്ങോട്ട് മാറി. കണ്ട കാഴ്ച കണ്ടപ്പോ നമ്മളെ കുട്ടികൾ അങ്ങനെ വന്ന് നമുക്ക് സഹിക്കില്ല. ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്തിനെ സ്നേഹിക്കുന്നത് റസൂലുള്ളയാണ്. റസൂലിനോട് ഒരാളും നമ്മളെ സ്നേഹിച്ചിട്ടില്ല. നമ്മളെ ഉമ്മാക്ക് സ്നേഹമല്ല, നമ്മളെ ഉപ്പാക്ക് സ്നേഹമല്ല. ആരൊക്കെ നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അള്ളാഹ് പറയാൻ സത്യവിശ്വാസികളോട് ഇത്ര താല്പര്യവും ഇത്ര അനുകമ്പയും ഇത്രമാത്രം വാത്സല്യവും തോന്നുന്നവൻ നബിയോളം ഇല്ല എന്നാണ്. അത് അള്ളാഹ് പറയാൻ. അള്ളാഹ് അങ്ങനെ പറഞ്ഞത് അല്ലെ. നമ്മൾ സാഹിത്യം അല്ലെ, എന്താ റബ്ബ് പറഞ്ഞല്ലേ, മാ അനിത്തും അലൈഹി അസീസുൻ അലൈക്കും ഹരീസുൻ അലൈക്കും അസീസുൻ മാ അനിത്തും. നിങ്ങളുടെ മേൽ ഇത്രമേൽ താല്പര്യമുള്ളവൻ, നിങ്ങൾ വിഷമിക്കുന്നത് സഹിക്കാത്തവൻ, മുഅ്മിനീങ്ങളോട് ഏറെ അനുകമ്പയുള്ളവൻ റസൂലാണ് എന്നാണ്. റസൂലുള്ളാഹിന്റെ ആ സ്നേഹം കൂടി അതിൽ കാണാം. ആ വരി ഇങ്ങനെ വായിച്ചു പോകുമ്പോ നബിന്റെ മുഖം അങ്ങോട്ട് മാറി. ഇവരുടെ ഈ വസ്ത്രമില്ലാത്തൊരു അവസ്ഥ കണ്ടപ്പോ റസൂലുള്ളാഹിന്റെ മുഖം മാറി. അവരുടെ ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠ, ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റം കണ്ടപ്പോ നബിയുടെ മുഖം വിവർണമായി. കാല ആ സഹാബി പറയാൻ ഫദഖല സുമ്മ ഖറജ, പള്ളിക്ക് കയറി റസൂൽ നേരെ പുറത്തിറങ്ങി, വീണ്ടും പുറത്തിറങ്ങി. ഫഅമറ ബിലാല, ബിലാലിനെ വിളിച്ചു റസൂലുള്ളാഹി പറഞ്ഞു ബാങ്ക് കൊടുക്കാൻ വേണ്ടി. ഫഅദ്ദൻ വഅഖാമ അസ്സലാ, ബിലാൽ ബാങ്ക് വിളിച്ചു, നമസ്കാരം നിർവഹിച്ചു. നിസ്കാരത്തിന്റെ നേരായിരുന്നു, നമസ്കാരം നിർവഹിച്ചു. നമസ്കാരം നിർവഹിച്ചപ്പോ ഫസല്ല സുമ്മ ഖതബ, നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിന്നു, ഖുതുബ പറഞ്ഞു. സ്വഹാബ് നിസ്കാരത്തിന് വന്ന സ്വഹാബികൾ അവിടെ ഉണ്ടെന്നാൽ അവരുടെ മുമ്പിലാണ് റസൂലുള്ളാഹി പറഞ്ഞത്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ. സൂറത്ത് നിസാഇന്റെ ആയത്ത് ഇങ്ങനെ ഓതി. ഏതുവരെ? ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന് വരെ ഓതി. അത് ഓതിയതിനു ശേഷം റസൂലുള്ളാഹി ഈ സൂറത്തുൽ ഹശ്റിലെ നമ്മളിപ്പോ പറഞ്ഞ ഈ ആയത്ത് ഓതിനാൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഈ ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹി ഇറങ്ങിനാൻ. റസൂലുള്ളാഹി ഇറങ്ങിയിട്ട് റസൂലുള്ളാഹി മിമ്പറിന്റെ അരികത്ത് പോയിരുന്നു. അന്നേരം ഈ ആയത്ത് കേട്ടപ്പോ ആ ഹദീസ് വിശദീകരിക്കുന്ന സ്വഹാബി പറയാൻ, തസദ്ദഖ റജുലുൻ മിൻ ദീനാരിഹി, ഒരു മനുഷ്യൻ കടന്നു വന്നു, അയാളുടെ കയ്യിൽ കുറച്ച് ദീനാറുണ്ടായിരുന്നു, അത് അയാൾ സദഖായിട്ട് കൊടുത്തു, നബിയുടെ കയ്യിൽ അത് ഏൽപ്പിച്ചു. വമിൻ ദിർഹമിഹി, അയാളുടെ കയ്യിലുണ്ടായിരുന്ന ദിർഹമും അഥവാ സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും കയ്യിലുള്ളത് അവർ നബിയുടെ മുമ്പിൽ കാഴ്ചവെച്ചു. ചില ആളുകൾ മിൻ സൗബിഹി, അവരുടെ വസ്ത്രങ്ങളാണ് നബിയുടെ അരികിൽ കൊണ്ടുവന്നത്. ഒമിൻ സാഇബുരിഹി, ചില ആളുകൾ അവരുടെ ഗോതമ്പ് മണികളെ നബിയുടെ മുമ്പിൽ കൊണ്ടുവന്നത് കാഴ്ചവെച്ചു. മിൻ സാഇ തംരിഹി, ചില ആളുകള് അവരുടെ ഈത്തപ്പഴങ്ങളും കൊണ്ടുവന്ന് നബിയുടെ കിട്ടുന്നതൊക്കെ മുഴുവൻ പൊറുക്കിക്കൊണ്ടുവന്ന് നബിന്റെ അടുത്ത് അവർ വെച്ചു നാളേക്ക് വേണ്ടി. ഈ ഒരു ആയത്ത് ഓതിയത് എന്തിനാന്നറിയല്ലേ? ഇവരെ പരിഗണിച്ചാൽ നാളെ ഏറ്റവും സുന്ദരമായ സുഹൃതമായ ഒരു ജീവിതം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആയത്ത് ഓതിയപ്പോ സ്വഹാബത്ത് അങ്ങനെ കൊണ്ടുവന്നു. ആ ആയത്ത് ഇങ്ങനെ വിശദീകരിച്ചപ്പോ, ആ ഹദീസ് ഇങ്ങനെ വിശദീകരിച്ചപ്പോ ഒരാളെ പറ്റി പറഞ്ഞു അല്ലെ, അത് ഈ ഈത്തപ്പഴം കൊടുത്തപ്പോ ചില ആളുകൾ ഈത്തപ്പഴന്റെ ചീള കൊടുത്തത് അതേ ഉള്ളു ചില ആൾക്കാർക്ക് കൊടുക്കാൻ. ഒരു കാരക്ക ചീള പോലും കൊണ്ടുവന്ന് നബിയുടെ അരികിൽ കൊടുത്ത ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. അത് നാളേക്ക് വേണ്ടിയാണ്. കൊടുക്കേണ്ട വൽപ്പല്ല, കൊടുക്കാനുള്ള മനസ്സും അത് കൊടുക്കുമ്പോ നബിയോടുള്ള സ്നേഹവും നബിയുടെ സുന്നത്തുമാൻ. സത്യവിശ്വാസി അത് കൊടുത്താൽ മതി, അള്ളാഹ് സ്വീകരിക്കുന്നാൻ. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മിൽ ഉൽ അർളി ദഹബ, സ്വർണം മുഴുവൻ കാഴ്ചവെച്ചാലും മാതു ഖുബ്ബില മിൻഹും, ആ റബ്ബ് അവയിൽ നിന്ന് സ്വീകരിക്കൂല, ഞാൻ സ്വീകരിക്കപ്പെടൂല. സത്യവിശ്വാസിക്ക് മാത്രം ലഭിക്കുന്ന ഗുണമതാൻ. അങ്ങനെ നബി അത് പറഞ്ഞപ്പോ കാരക്കത്തിയോട് പോലും കൊടുത്തവർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാൻ, ആ സഹാബി പറയാൻ, ഫജാ റജുലുൻ മിനൽ അൻസാർ, അൻസാരിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ വരാൻ. അൻസാരിയായ ഒരു സഹാബിയുടെ വരവിനെ പറ്റിയാ പറയാം. ബിസുറത്തിൻ, അയാളുടെ ദേഹത്ത് ഒരു ചാക്കുണ്ട്, അയാളുടെ ദേഹത്ത് ഒരു ചാക്കുണ്ട്. കാദത്ത് കഫുഹു തഅജ്ജുസു അൻ, അയാൾ ആ ചാക്ക് കെട്ടി പിടിച്ചിട്ട് ആ സഹാബിയുടെ കയ്യിലെ കഫ് എന്ന് പറഞ്ഞാല് കൈപ്പത്തി, നമ്മൾ കോൺഗ്രസിൽ വരാറ് കഫ്, ഈ കൈപ്പത്തി ഒടിയാറായിട്ടുണ്ട്. ഞാൻ കനം കൊണ്ട് കിട്ടിയതൊക്കെ വാരിക്കൊണ്ട് വീട്ടിലും വസ്ത്രം ഉണ്ടാകാം, മറ്റുണ്ടാവും ഒക്കെ ഉണ്ടാവും. പടുവൃദ്ധനായിരുന്നുവെന്ന് ചില റിവായത്തുകളിൽ കാണാം. വൃദ്ധനായ ഒരാള് കയ്യിൽ ഇങ്ങനെ പൊട്ടുമാറ് അസാബി പറയാൻ, പൊട്ടാറായിരുന്നില്ല, അതെന്നിട്ട് ഒടിഞ്ഞ് തൂങ്ങുമാറ്, അശക്തമാൻ, അത്രക്കും അശക്തമാൻ, ദുർബലമാൻ. ثم تتابع الناس حتى رأيت كومين من طعام
സ്വഹാബി പറയും, ഓരോരുത്തരും ഇങ്ങനെ കൊണ്ടുവന്ന് നബിയുടെ മുമ്പിൽ വെച്ചപ്പോ ഒരു വലിയ വസ്ത്രത്തിന്റെ കുന്നും ഒരു വലിയ ഭക്ഷണത്തിന്റെ കുന്നും നബിയുടെ അരികിൽ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ കണ്ടുവെന്നാൻ ഒറ്റ ആയത്താൻ അവരുടെ മനസ്സിനെ സ്വാധീനിച്ച് നാളേക്ക് വേണ്ടി എന്ത് ചെയ്യും, നാളേക്ക് വേണ്ടി എന്തുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇതെങ്കിലും കടക്കട്ടെ, ഇതെങ്കിലും ഉണ്ടാവട്ടെ. അവരൊന്നും ചെയ്യാഞ്ഞിട്ടല്ല, നബിയുടെ പിന്നിൽ നമസ്കരിക്കുന്നവരാൻ, നബിയുടെ ഒപ്പം നോമ്പ് നിൽക്കുന്നവരാൻ, നബിയോടൊപ്പം എല്ലാ നിലക്കും ജിഹാദിന് വേണ്ടി പുറപ്പെടുന്നവരാൻ. അതിശക്തമായ അമലുകളിൽ അവർ സജീവമായപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞപ്പോ അത് എത്ര നിസ്സാരമാണെങ്കിൽ പോലും ചെയ്യാൻ താല്പര്യം കാണിച്ചവരാ. നേരത്തെ പറഞ്ഞൊരു അശക്തനായ ഒരു വൃദ്ധന്റെ ഒടിഞ്ഞു തൂങ്ങിയ കൈകളെപ്പോലെ പ്രിയപ്പെട്ടവരെ പണിയെടുക്കുന്ന ആളുകൾ മുസ്ലിം സമൂഹത്തിൽ കാണാനാകും. അത് നാളേക്ക് വേണ്ടിയാണ്. അത് നാളേക്ക് ഉപകരിക്കപ്പെടണമെങ്കിൽ ഇഖ്ലാസോടുകൂടി നബി പഠിപ്പിച്ച രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് നബിയുടെ മുഖം മാറിയത് ആദ്യം കണ്ടപ്പോ നബിന്റെ മുഖം മാറിയതല്ലേ? ഈ ഹദീസ് തീർന്നിട്ടില്ല. അതിന്റെ പൂർണ്ണ ചിത്രം പറഞ്ഞിട്ടാണ് ആ സ്വഹാബി ഹദീസിനെ പൂർത്തിയാക്കുന്നത്. അദ്ദേഹം പറയാൻ ഓരോരുത്തരും വന്ന് ഇങ്ങനെ ഓരോ കുന്നിങ്ങനെ കണ്ടപ്പോ ഹത്താ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയെ ഒന്ന് നോക്കി, നബിയെ ഞാൻ കണ്ടു, യതഹല്ലൽ വജ്ഹഹു കഅന്നഹു മുദ്ഹിബ, സ്വർണം തിളങ്ങുന്നത് പോലെ എണ്ണയിട്ട മുഖം പോലെ നബിയുടെ മുഖം പ്രകാശിച്ചത് ഞാൻ കണ്ടുവന്നാൻ. അതിലൊരു കാര്യം കൂടി ഉണ്ട്. നബി പറഞ്ഞത് കേട്ടാൽ, നബി പറഞ്ഞത് അനുസരിച്ചാൽ ആ സമൂഹം ഖൈറിലാൻ, നബി പറഞ്ഞത് അനുസരിച്ചാൽ ആ സമൂഹം നന്മയിലാൻ, അവർക്ക് കിട്ടിയ ആയുസ് സുഗന്ധപൂർണമായ ആയുസാൻ. കാരണം നബി അവരുടെ കാര്യത്തിൽ സന്തോഷവാനാണ്. അതുകൊണ്ടാണ് നബിന്റെ മുഖത്ത് എന്ത് ചെയ്തത്? ചിരി വന്നത്. അതുകൊണ്ടാണ് നബിയുടെ മുഖം പുഞ്ചിരി തൂകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഉമ്മത്തിന്റെ വിഷയത്തിൽ അത്രക്കും സമാധാനം വന്നത് നബി പറഞ്ഞത് അവർ ജീവിതത്തിൽ സ്വീകരിച്ചല്ലോ എന്നാണ്. ഖുർആനും ഹദീസുകളുമാണ് പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും നെഞ്ചോട് ചേർക്കാനുള്ളത്. ഉസ്താദ് വിശദീകരിച്ചതുപോലെ ഈ വരുന്ന ഒരു വർഷക്കാലം അതിനുള്ള പ്ലാനുകളാവട്ടെ. പല പ്രതീക്ഷകളും ഒന്നും വേണ്ടെന്നല്ല, ഭൗതികമായ എല്ലാവിധ പ്ലാനുകളും നമുക്ക് ഉണ്ടാവട്ടെ. അതിന്റെ എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും അതൊക്കെ നമുക്ക് നേടിയെടുക്കാം. പക്ഷെ അതിനപ്പുറം വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, എന്നും അവശേഷിക്കുന്നത് ആഖിറത്താൻ, അതാണ് ഖൈർ എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇപ്പൊ നേരത്തെ ഈ പറഞ്ഞല്ലോ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് എന്ന ആയത്ത് കഴിഞ്ഞിട്ട് റബ്ബ് പറഞ്ഞ വാക്യേതാ? വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, നിങ്ങൾ എന്താ അള്ളാനെ മറന്ന പോലെ ആവരുത്, അള്ളാനെ മറന്ന പോലെ. നാളേക്ക് വേണ്ടി എന്ത് ചെയ്യണം അതിനെ ആലോചിക്കണം എന്നിട്ട് റബ്ബ് പറഞ്ഞ വാക്കതാണ്. നിങ്ങൾ ഒരിക്കലും വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ഒരിക്കലും ജീവിക്കരുതേ. അള്ളാനെ മറന്നവരെ പോലെ നിങ്ങൾ ആകരുതേ. അൻസാവും അള്ളാനെ മറന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? അള്ളാഹു അവരെ തന്നെ മറപ്പിക്കുമെന്നാണ്. അള്ള മറക്കുന്നല്ല, ഒരു കോരെ തന്നെ ഓർമ്മ ഉണ്ടാവില്ല, സ്വന്തം കാര്യത്തെ സംബന്ധിച്ച് വിചാരം ഉണ്ടാവില്ല, നാളെ എന്താകും മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് ചിന്തകൾ ഉണ്ടാവില്ല. നാളേക്ക് വേണ്ടി ഒരുങ്ങാത്തവരെ സംബന്ധിച്ചിടത്തോളം തോന്നിയ പോലെ അല്ലെ എങ്ങോട്ടാണ് അവൻ തിരിഞ്ഞത് ആ വഴിയിലേക്ക് ഞാൻ അവനെ തിരിച്ചുവിടുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയാം. അതുകൊണ്ട് അള്ളാനെ മറക്കാൻ പാടില്ല. എത്ര ആയുസ് പുതിയത് കിട്ടുമ്പോഴും നമ്മൾക്കൊക്കെ കാണാം ഏറ്റവും വലിയ ലഹരി പാർട്ടികൾ നടക്കുന്നത് ഓരോ ഇയറിന്റെയും എൻഡിങ്ങിലാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളക്കരയിൽ മദ്യം വിൽക്കുന്ന രാവ് എന്ന് പറയുന്നത് പുതുവത്സര രാവാണ്. അത് വലിയ അഭിമാനത്തോടെ ആൾക്കാർ പറയും ചെയ്യും. എല്ലാവിധ ബാറുകളും എല്ലാവിധ ഡാൻസ് പാർട്ടികളും എല്ലാവിധ തോന്നിവാസങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ദിവസങ്ങളിൽ ഈ ഒരു നാളുകളിലുമാണ്. എന്നിട്ട് എല്ലാ തോന്നിവാസം കഴിഞ്ഞ് മദ്യലഹരികളിൽ ബോധമില്ലാതെ ഒരു സ്വബോധമില്ലാതെ രാവുണരുന്ന പുലരിയിലേക്ക് കടന്നു വരുന്ന എത്ര ആളുകളെ കാണാനാകും. പ്രിയപ്പെട്ടവരെ, ഓരോ കണക്കുമൊക്കെ അങ്ങനെ വരുമ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്ലാനിങ്ങുകൾ, അവന്റെ ചിന്തകൾ, അവന്റെ ഓരോരോ ലക്ഷ്യങ്ങൾ, അവന്റെ ഓരോരോ പ്രതീക്ഷകൾ അത് ആഖിറവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകണമെന്നാണ്. അള്ളാനെ മറക്കാൻ പാടില്ല. അള്ളാനെ മറന്നു കഴിഞ്ഞാൽ നമ്മളെ തന്നെ മറന്നവരാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു തആല പറയാം. അപ്പോൾ നമ്മളെ തന്നെ ഓർമ്മയില്ല, നമ്മളെ കാര്യം എന്താവുന്നുള്ള ചിന്തയില്ല, അത് വലിയ അപകടമാണ്. റബ്ബ് പറഞ്ഞല്ലോ, റബ്ബ് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമ്പത്ത്. അള്ളാഹു നൽകുന്ന അനുഗ്രഹം ഏറ്റവും വലുത് ഷഹാദത്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റില്ല. പിന്നെ സമ്പത്തിന്റെ മക്കളുണ്ട് അല്ലെ? റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയരുത്.
തെറ്റിച്ചാൽ റബ്ബിനെ മറക്കാൻ പറ്റുന്ന കോലത്തേക്ക് എന്ത് ചെയ്യരുത്? സമ്പത്തിനെയും മക്കളെയും ഉപയോഗിക്കരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താ? റബ്ബ് സുബ്ഹാനഹു വ തആല റബ്ബ് പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. മക്കളെ കൊണ്ട് സമ്പത്തിനെ കൊണ്ട് പടച്ച റബ്ബിനെ ആരെങ്കിലും മറന്നാൽ അവർ തന്നെയാകുന്നു നഷ്ടക്കാരെന്നാൻ. അവർ തന്നെയാകുന്നു നഷ്ടക്കാരെന്നാൻ റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയത്. പ്രിയപ്പെട്ടവരെ, നേരത്തെ പറഞ്ഞ ആയത്തിനെ തന്നെ കുറെ വിശദീകരിക്കാൻ എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ വിശാലമായ ഒരു ഖുതുബ തന്നെ ചില മുഹദ്ദിസീങ്ങൾ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇങ്ങനെ പുറത്തേ കാണാനാകും. ചില മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തിയത് കാണാനാകും. ഏതായാലും അതൊന്നും വിശദീകരിക്കുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖുതുബയുടെ ഓരോ വാക്കും അതിശക്തമാണ്. ഓരോ വരികളും ഏറ്റവും വലിയ സൂക്ഷ്മതയോടുകൂടി മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കുന്ന ചിന്തകൾ നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. ഏറ്റവും നല്ല റബ്ബിനെ ഓർമ്മിക്കുന്ന തരത്തിൽ നമ്മുടെ പ്ലാനുകളെ എല്ലാ നിലക്കും പ്ലാൻ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. മരണ ചിന്തകളാണ് പ്രിയപ്പെട്ടവരെ ഓരോ പുതുവർഷവും കടന്നു വരുമ്പോൾ ഏകദേശം ഓരോ നാനോ സെക്കൻഡുകളും കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ മരണത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്റെ അടയാളമായി റസൂലുള്ള പറഞ്ഞത്. ഒരു സഹാബി നബിയുടെ അരികിൽ വന്ന് ചോദിച്ചു, റസൂലെ, ജനങ്ങളിൽ നല്ലവനാരാ? ഖൈറുന്നാസി, ജനങ്ങളിൽ നല്ലവനാരാ? റസൂലുള്ള പറഞ്ഞു, ആയുഷ് ദീർഘിക്കുകയും അമല് നന്നാക്കുകയും ചെയ്തവൻ. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, കുറച്ച് ആയുസ് അങ്ങോട്ട് നീട്ടിക്കിട്ടി ആ കിട്ടിയ ആയുസിൽ അമലിനെ നന്നാക്കിയവൻ എന്നാണ്. ഒരു സഹാബി വന്ന് നബിനോട് ചോദിച്ചു, റസൂലെ, ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാൻ? മൻ അക്കിയസ്, ഏറ്റവും വലിയ ബുദ്ധിമാൻ. അപ്പോൾ പറയും, നല്ലോണം കാണാതെ പഠിച്ചവൻ, അല്ലെങ്കിൽ പല ഗ്രന്ഥങ്ങൾ എഴുതിയവൻ. നമുക്ക് പല തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് ഒരാളുടെ ബുദ്ധിയെ വിശകലനം ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പരീക്ഷ നടത്താൻ. പക്ഷെ അള്ളാഹുവിന്റെ റസൂൽ നടത്തിയ പരീക്ഷണം എങ്ങനെ? ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവനാണ് എന്നാൽ, സ്വന്തം മരണചിന്തയുള്ളവൻ, അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാൽ. നബിയുടെ കൂടെ ഒരു സഹാബിയെ മറവ് ചെയ്ത സമയത്തെ സംബന്ധിച്ച് ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാൻ, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജിനാസ, ഒരാളെ മയ്യത്ത് മറമാടുന്ന സമയത്ത് ഞങ്ങൾ നബിയോടൊപ്പമാണ്. ആ സമയത്ത് ഫജലസ അലാ ഷഫീരിൽ ഖബർ, ഖബറിന്റെ അരികത്ത് റസൂലുള്ള ഇരുന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫബകാ ഹത്താ ബല്ല സറ, ആ അരികത്തിരുന്ന് നബി കരഞ്ഞു. നബിയുടെ താടി നനഞ്ഞു, താടിയിൽ നിന്ന് ഉറ്റി വീണ കണ്ണുനീർ തുള്ളികൾ താഴെ മണ്ണിനെയും നനച്ചു എന്നാണ്. അഥവാ താഴ്ത്തി കത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് തോനെ കരയണം എന്നർത്ഥം. ആ ഖബറിന്റെ സ്വഹാബത്തിന്റെ ഖബറിന്റെ അരികത്ത് റസൂലുള്ള കരഞ്ഞു എന്നാണ്. കരഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞു, യാ ഇഖ്വാനി, എന്റെ സഹോദരന്മാരെ, ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു, ഇതേപോലുള്ള ഒന്നിലേക്ക് നിങ്ങളും തയ്യാറായിക്കൊള്ളൂ, നിങ്ങളും തയ്യാറെടുത്തുകൊള്ളൂ, ഇതുപോലെ ഖബറിൽ കടക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഓർമ്മിപ്പിച്ചത് എന്നാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഇതേപോലെ ഒരു ജനാസനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അയാളോട് ചോദിച്ചു, ഇത് ആരെ ജനാസേ? അബൂ ദർദാ ആരാന്ന് നമുക്കറിയാം. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നബിയുടെ ഖുർആൻ പഠിപ്പിക്കുന്ന സഹാബത്തിന്റെ കൂട്ടത്തിൽ അഗ്രഗണ്യനാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ആരെ ജനാസേ? അദ്ദേഹം പറഞ്ഞു, അൻത, ഇതെന്റെ തന്നെയാണ്. അന്റെ എന്ന് പറയാൻ കാരണം, നിന്റെ തന്നെയാണെന്ന് പറയാനുള്ള കാരണം എന്താ? മയ്യത്തായി കഴിഞ്ഞാൽ എല്ലാരും ഒരേപോലെ, നീയും മയ്യത്താവാനുള്ള, അതേപോലെ നീയും കിടക്കണമെന്ന ചിന്ത നീ നിന്റെ മനസ്സിലേക്ക് കൊണ്ടുപോകാൻ. ഖബറിനോളം ഭീകരമായ ഒന്നും പ്രിയപ്പെട്ടവരെ ലോകത്തിന് എനിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ. ബർസഖിലേക്ക് കടക്കുന്നത് മുതൽ ഏറ്റവും വലിയ ഭയാനകരമായ ബർസഖിനെ അള്ളാഹുവിന്റെ റസൂലും വിശദീകരിച്ചിട്ടുണ്ട്. ആ ചിന്തകളിലായിരിക്കണം പ്രിയപ്പെട്ടവരെ ഓരോ നിമിഷങ്ങളെയും ഞാനും നിങ്ങളും കടത്തിക്കൊണ്ടു പോവേണ്ടതും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളെ നെഞ്ചോട് ചേർക്കുക. ഓരോ പുതുവർഷം കടന്നു വരുമ്പോഴും മനസ്സിൽ കോർത്തിടേണ്ട ഒരു ദുആയും കൂടി പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ എന്റെ വാചകത്തെ അവസാനിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന നമ്മൾ പലപ്പോഴും മനഃപ്പാടമാക്കി വെച്ചതാകാം. അത് ഒരു ആയുസ് ഇങ്ങനെ നീട്ടിക്കിട്ടിയ ഒരു ദിവസമാണ് കൂടുതൽ കിട്ടിയതെങ്കിൽ അതിനെ എപ്പോഴും ഓർക്കാനുള്ള ശ്രമം ഉണ്ടാവണം. അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, അള്ളാഹുവേ എന്റെ ദീനിനെ നീ എനിക്ക് ശരിയാക്കി തരാം. റസൂലുള്ള പറഞ്ഞ വാക്കാൻ, ദീനിനെ പഠിപ്പിച്ചെന്നതും ദീനിനെ പൂർത്തിയാക്കി തന്നതും അള്ളാന്റെ റസൂലാൻ. ദീൻ എന്താ നമുക്ക് പഠിപ്പിച്ചെന്നത് റസൂലാൻ. പക്ഷെ റസൂലിനെ പ്രാർത്ഥിക്കാൻ, അല്ലാഹുമ്മ അസ്ലിഹ് ലീ ദീനി, റബ്ബേ നീ എനിക്ക് എന്റെ ദീനെ ശരിയാക്കി തന്നെ. ദീന് ശരിയല്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല.
അല്ലദീ ഹുവ ഇസ്മത്തു അംരി, എന്റെ കാര്യത്തിന്റെ കടിഞ്ഞാൻ, എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്ലാനുകളുടെയും അടിത്തറ അതെന്റെ ദീനാൻ. ദീനില്ലെങ്കിൽ റബ്ബിന്റെ അടുത്ത് വിലല്ല. ഞാൻ ദീനില്ലെങ്കിൽ ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. വേറെ ഏത് ദീൻ എടുത്തടിഞ്ഞാട്ടും കാര്യമില്ല, ഈ ദീനിനെ മുറുകെ പിടിക്കാൻ കഴിയണമെന്ന്. ആ ദീന് ശരിയാവണമെങ്കിൽ ദീന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളും പഠിക്കണം, അതിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് തന്നെയാണ് അല്ലാഹു റസൂൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മത്തു അംരി, എന്റെ കാര്യത്തിന്റെ കടിഞ്ഞാനായ എന്റെ ദീനിനെ അല്ലാഹുവേ നീ എനിക്ക് ശരിയാക്കി തരണേ. വഅസ്ലിഹ് ലി ദുനിയായ അല്ലതീ ഫീഹാ മആശി, അല്ലാഹുവേ എന്റെ ദുനിയാവ് ശരിയാക്കി തരണേ. പല പ്രയാസങ്ങൾ, പല ബുദ്ധിമുട്ടുകൾ തൊഴിലിന്റെ മേഖലകളിൽ, അല്ലെങ്കിൽ തന്റെ കുടുംബപരമായ ജീവിതങ്ങളിൽ, അതുമല്ലെങ്കിൽ തന്റെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ പല പ്രയാസങ്ങളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അല്ലാഹു അസ്ലിഹ് ലി ദുനിയാ, റബ്ബേ എന്റെ ദുനിയാവിനെ ശരിയാക്കി തരണേ. കാരണം എന്റെ ഉപജീവനം ദുനിയാവാൻ നീ എനിക്ക് നിശ്ചയിച്ചു തന്ന ആയുസാൻ. ഈ ആയുസിൽ ഞാൻ എന്റെ ഉപജീവന ഹലാലായ രൂപത്തിലൂടെ സമ്പാദിക്കാനും ഹലാലായ രൂപത്തിൽ അതിനെ ചെലവഴിക്കാനുമുള്ള വിവരവും പ്രാപ്തിയും വിവേകവും റബ്ബേ നീ എനിക്ക് പ്രദാനം ചെയ്യലാണ് ആ പറഞ്ഞതിന്റെ പൊരുൾ അല്ലെ. അല്ലാഹു അസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹാ മആശി വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി, എന്റെ ആഖിറത്ത് ശരിയാക്കി തരണേ റബ്ബേ. ലോകം അങ്ങനെ കഴിഞ്ഞും തട്ടിമുട്ടിക്കാണ്ട് പോവും, പക്ഷെ ആഖിറത്ത് ശരിയായില്ലെങ്കിൽ റസൂലുള്ള ദുആ ചെയ്തത് അതാണ്, അല്ലാഹുമ്മ അസ്ലിഹ് ലി ആഖിറതി, അല്ലാഹു എന്റെ ആഖിറത്തിനെ ശരിയാക്കി തരണേ. അല്ലതി ഫീഹാ മആദി, എനിക്ക് മടക്കം അവിടെ. നബിന്റെ വാക്കിന്റെ രസം നോക്കി, എത്ര സുന്ദരമായിട്ടാണ് ഒരു ദുആയെ മനഃപ്പാഠമാക്കാൻ പാകമാകുന്ന രീതിയിൽ ഏറെ സുന്ദരമായിട്ടാണ് റസൂലുള്ള ദുആ പഠിപ്പിക്കുന്നത്. നമ്മളത് മനഃപ്പാഠമാക്കി വെക്കണം. വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹാ മആദി വജഅലിൽ ഹയാത സിയാദതൻ ലീ മിൻ കുല്ലി ഖൈർ വജഅലിൽ ഹയാത്ത്, റബ്ബേ നീ തന്ന ജീവിതം നന്മ നിർഭരമാക്കണേ. സിയാദതൻ മിൻ കുല്ലി ഖൈർ, എന്തൊക്കെ നന്മണ്ട്, ചെറുതാവട്ടെ വലുതാവട്ടെ, ഏറ്റവും നല്ല നന്മ നിർഭരമായ ജീവിതത്തെ റബ്ബേ നീ എനിക്ക് പ്രദാനം ചെയ്യണേ. വജഅലിൽ മൗത റാഹ, റബ്ബേ എന്റെ മരണത്തെ ആശ്വാസമാക്കി തരണേ. മിൻ കുല്ലി ശർ, എനിക്ക് എന്നാലുണ്ടാകുന്ന സംസാരിക്കാറുണ്ട്, മിൻ ശുറൂരി അൻഫുസിനാ വസയ്യാത്തി അഅ്മാലിനാ, എന്റെ മനസ്സുകളിൽ തോന്നുന്ന തിന്മകളുടെ കെടുതികളിൽ നിന്ന്, എന്റെ ദുഷ്പ്രവർത്തികളുടെ കെടുതികളിൽ നിന്ന് റബ്ബേ നിന്നോട് കാവലിനെ തേടുന്നു റസൂൽ പ്രാർത്ഥിക്കാറുണ്ട്. ആ വാക്കാൻ വജഅലിൽ മൗത റാഹത്തൻ ലീ മിൻ കുല്ലി ശർ, മരണം അതെനിക്ക് സമാധാനമാവണം. എല്ലാം കഴിഞ്ഞ് സമാധാനപൂർണനായി എന്റെ ബർസഖിന്റെ ലോകത്ത് എനിക്ക് കഴിയാൻ റബ്ബേ എന്റെ മരണത്തെ നീ എനിക്ക് ശരിയാക്കി തരണേ, മരണരംഗത്തെ ശരിയാക്കി തരണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നെങ്കിൽ ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ശുഭപ്രതീക്ഷകൾ. ഇതായിരിക്കണം ഒരു വർഷത്തിലേക്ക് ഞാനും നിങ്ങളും കാലെടുത്ത് വെക്കുമ്പോ നമ്മുടെ മനസ്സുകളിൽ എന്നും നിൽക്കേണ്ട ചിന്തകൾ. അള്ളാഹു അത്തരത്തിൽ റബ്ബിനെ ഓർക്കുന്ന, പ്രവാചകൻ അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകളെ മാനിക്കുന്ന ഏറ്റവും നല്ല മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി നിഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയുമൊക്കെ എത്ര സൂക്ഷ്മതയോടുകൂടി ജീവിച്ചാലും തിന്മകൾ കടന്നു വരും. മനുഷ്യരങ്ങനെ, നമ്മളാരും മലക്കാളല്ല. അതാണ് റസൂൽ പറഞ്ഞല്ലോ, നമ്മളാരും മലക്കാളല്ല. തിന്മകൾ വരാത്തവരാണെങ്കിൽ മലക്കുകൾ നിങ്ങളുടെ വിരിപ്പുകളിലും വടികളിലും സലാം പറയുമെന്നാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല നമുക്ക്. പല തോന്നലുണ്ടാവും, പല ചിന്തകളുണ്ടാവും, പലതരത്തിലുള്ള പ്രയാസങ്ങൾ, തിന്മകൾ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷേ റബ്ബിലേക്ക് പശ്ചാത്തപിക്കുക. ഏറ്റവും വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ തൗവാബീങ്ങളാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിനെ ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ. ഈ പോയ വർഷങ്ങളിൽ ഒരുപാട് പോരായ്മകളുണ്ട്, ഈ പോയ വർഷങ്ങളിൽ ഒരുപാട് തിന്മകളുണ്ട്, വലുതും ചെറുതുമായത്. റബ്ബേ നീ അവ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അറിഞ്ഞും അറിയാത്തത് അള്ളാഹുവെ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അള്ളാഹുവെ ഇനിയും നന്മകൾ കൊണ്ട് ജീവിതത്തെ നിർഭരമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. അറിവാണ് ജീവിതത്തിന്റെ സുരക്ഷിതത്വം. അറിവിന്റെ സദസ്സുകൾ ഉപയോഗപ്പെടുത്തുന്ന, അറിവിന് വേണ്ടി പണിയെടുക്കുന്ന, അറിവിന്റെ മേഖലകളെ സജീവമാക്കുന്ന ഏറ്റവും നല്ല ഇബാദുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അള്ളാഹുവെ നല്ല നല്ല ലക്ഷ്യങ്ങളുമായി ഞങ്ങൾ നടന്നു നീങ്ങുമ്പോൾ അള്ളാഹു നിന്റെ അപാരമായ സഹായം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. അള്ളാഹുവെ പോരായ്മകളെ നികത്താനും പരിഹരിക്കുവാനുമുള്ള വിവേകവും അറിവും പ്രദാനം ചെയ്യണേ. അതിനുള്ള തൗഫീക്ക് നൽകണേ. അള്ളാഹു ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ ഇനിയും സജീവമാകാൻ റബ്ബേ നീ ഞങ്ങൾക്ക് ആയുസ് നൽകണേ. നീ നൽകുന്ന ആയുസ്സിനെ നന്ദി ചെയ്യുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ റബ്ബേ നീ തൗഫീക്ക് നൽകണേ. അള്ളാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മകൾ പ്രദാനം ചെയ്യണേ. ഈ പോയ വർഷങ്ങളിൽ നഷ്ടം പറ്റിയ ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. റബ്ബേ അവർക്ക് നല്ലതിനെ റബ്ബേ നീ പകരം നൽകണേ. ഈ പോയ വർഷങ്ങളിൽ ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ട് ആത്മനിർവൃതി അടയുന്ന സുഹൃത്തുക്കളുണ്ട്. അള്ളാഹുവെ അവരുടെ ജീവിതത്തിൽ മരണം വരെ ഇനിയും സന്തോഷങ്ങൾ റബ്ബേ നീ പ്രദാനം ചെയ്യണേ.
അള്ളാഹു എല്ലാ നല്ല മികവുകളിലും എല്ലാ നല്ല കഴിവുകളിലും ഉന്നതന്മാരായി തീരുന്ന ഏറ്റവും നല്ല സന്തോഷവാന്മാരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് റബ്ബെ ഈ ഒരു പ്രവർത്തനത്തെ നീ സ്വീകരിക്കണേ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് റബ്ബെ തക്കതായ പ്രതിഫലം നൽകണേ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുവാൻ ഇനിയും അവർക്ക് ആയുസ്സിനെ നൽകണേ, ആരോഗ്യം നൽകണേ, അവർക്ക് എല്ലാവിധ നന്മകളും ജീവിതത്തിൽ പ്രദാനം ചെയ്യണേ. അള്ളാഹുവെ, ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ, ആരാധനകളെ സ്വീകരിക്കണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.